കണ്ണുകളടച്ച് ഈ പ്രഭാതത്തിൽ നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. നമ്മളെല്ലാവരും വിലപ്പെട്ടവരാണ്. ഈശോയുടെ മുമ്പിൽ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഈശോ നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവിടുന്ന് നമ്മളോട് പറയുന്നുണ്ട്, നീ അമൂല്യമാണ്, പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ്. ഈ നിമിഷം നമ്മളെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഈശോയുടെ മുമ്പിൽ വലിയൊരു ആവശ്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം നമ്മുടെ കേരളം മുഴുവൻ ഒത്തിരി വിഷമിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ വയനാട്ടിലുള്ള നമ്മുടെ തന്നെ സ്വന്തം മക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും മക്കളും മാതാപിതാക്കളും നഷ്ടപ്പെട്ട ഒത്തിരിയേറെ മക്കൾ, ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ, ഒരു പ്രദേശം മുഴുവൻ അവരിൽ നിന്ന് വിട്ടുപോയ ഒരവസ്ഥ നമ്മുടെ സഹോദരങ്ങളാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ അവരെ ഓർക്കാം. അവരെ മറന്നു നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ പറ്റത്തില്ല. കാരണം നമ്മളും അവരുടെ ഭാഗമാണ്, അവർ നമ്മുടെ ഭാഗമാണ്. വേദനിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ. പ്രത്യേകിച്ച് മരിച്ചുപോയ ഏറെ മക്കളുണ്ട്, മരിച്ച് കിട്ടാത്തവരുണ്ട്, മണ്ണിനടിയിൽ മൂടിക്കിടക്കപ്പെട്ടവരുണ്ട്. അവരെയും സമർപ്പിക്കാം. അവരുടെ ആത്മാവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതിയിലെ ദുരന്തം ഏറ്റുവാങ്ങി അവർ അനുഭവിക്കുമ്പോൾ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കര ദൈവസന്നിധിയിലാണവർ. അത്രമാത്രം അവർ വേദന അനുഭവിച്ചുകൊണ്ട് ആ വെള്ളപ്പൊക്കത്തിനിടയിൽ, ഉരുപൊട്ടലിനിടയിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അവരെ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ആ മരിച്ച എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു സ്വർഗസ്നാപിതാവ്, നന്മ നിറഞ്ഞവരെയും ത്രിത്വസ്തുതി ചൊല്ലി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാവിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടാകണമേ. മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനിക്കുന്ന, ജീവിച്ചിരിക്കുന്ന, ആശുപത്രിയിൽ കഴിയുന്ന, ഇനിയും കണ്ടെടുക്കപ്പെടാനുള്ളവരെ എല്ലാവരും ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർമാർ, നേഴ്സുമാർ, ശുശ്രൂഷിക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാ മത നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ നാട്ടിലുള്ളവർ എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അവർ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. രാപകലില്ലാതെ ഉറക്കവും ഊണുമില്ലാതെ കഷ്ടപ്പെടുന്ന ആ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം. സൈനിക നിരയെ നമുക്ക് ഓർക്കാം. എല്ലാ സേവകരെയും ശുശ്രൂഷകരെയും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കിവിടെ നിന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ വിലപ്പെട്ട പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ തളരാതെ അവർക്ക് നമ്മൾ കരം കൊടുത്ത്, മനസ്സ് കൊടുത്ത്, ഹൃദയം കൊടുത്ത്, നമ്മുടെ സ്നേഹം അവരെ അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അവർക്ക് ജീവൻ നൽകാം. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ കരുണ വർഷിക്കണമേ. ആ പ്രിയപ്പെട്ട മക്കളിലേക്ക് ദൈവത്തിൻ്റെ അത്യുന്നത ശക്തി ഒഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ ദുരന്ത സ്ഥലത്തേക്ക് ഈശോയുടെ ശക്തി ഒഴുകട്ടെ, ഈശോയുടെ സ്നേഹം ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊഴുകട്ടെ. കർത്താവേ ഞങ്ങളോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഈശോയെ ശക്തിയും ധൈര്യവും എല്ലാം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അമ്മ ത്രേസ്യായേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യായേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ചാവറ പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മദർ തെരേസായേയും ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. മറിയം ത്രേസ്യായേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധന്മാരെ വിശുദ്ധകളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെയും ഞങ്ങൾക്ക് വേണ്ടി സകല അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ടവരെയും ഞങ്ങൾക്ക് വേണ്ടി സകല അപേക്ഷിക്കണമേ. രക്തസാക്ഷികളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല അപ്പസ്തോല ഗണമേയും ഞങ്ങൾക്ക് വേണ്ടി സകല അപേക്ഷിക്കണമേ. സ്വർഗീയ സൈന്യ നിരയെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ നേരെ കരം നീട്ടി നല്ലൊരു സ്തുതി കൊടുക്കാമോ? ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. അല്പം കൂടെ സ്വരം ഉയർത്തി സ്തുതി കൊടുത്തേ. ഇരിക്കും ആ പുറകിൽ നിന്ന് ഇച്ചിരി മുമ്പോട്ട് കയറാവോ? കാണാൻ വന്നവരെയൊക്കെ ഞാൻ കാണുന്നതായിരിക്കും. നിങ്ങൾ മുമ്പോട്ട് കയറി. ഇനി ആൾക്കാർ വരുന്നവർക്ക് പുറകിലിരിക്കാവുന്നതുപോലെ പുരുഷന്മാർ മുമ്പോട്ട് പോരും, കുഴപ്പമില്ല. മുൻപിൽ സ്ഥലം ഇടണ്ട. മുമ്പോട്ട് കയറിയിരുന്നു. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ നിങ്ങളെ കാണുന്നതായിരിക്കും. ഞാൻ പുറകിൽ നിന്നല്ല, ഞാൻ വിളിച്ചോളാം, പേടിക്കണ്ട. എല്ലാവർക്കും അവസരം തരുന്നതായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമാണോ? സമാധാനം, സുഖം, സംതൃപ്തി എല്ലാം ഉണ്ടല്ലേ? എങ്കിൽ നമുക്ക് ഈശോയുടെ വചനം കേൾക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ഇതാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം തിരുവചനം. ഉൽപ്പത്തി 26-22. അവിടെ വചനം എന്താണ് പറയുന്നത്? ഉൽപ്പത്തി 26-22 തിരുവചനങ്ങളാണ്. 26-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം. വായിക്കാമോ? സ്വരമുയർത്തി വായിച്ചേ. അവിടുന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ അവർ വഴക്കുണ്ടായില്ല. അവൻ അതിന് റെഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാവും. ഈ ഒരൊറ്റ വിഷയത്തെ, ഒറ്റ വചനത്തെ നമ്മൾ ലക്ഷ്യം വെച്ചാണ് ഇന്ന് നമ്മൾ വചനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകൂടി ആ വചനം കരമുയർത്തി എന്ന് പറഞ്ഞേ. ഇത് പറഞ്ഞാൽ മതി. കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഒരിക്കൽ കൂടി പറഞ്ഞേ. ഇപ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, സ്ഥലത്തേക്ക് കടന്നു വരാൻ പോവുകയാണ്. കർത്താവ് ഞങ്ങൾക്കൊരിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. നമ്മുടെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് സമൃദ്ധി, അനുഗ്രഹവും ഐശ്വര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ ആവർത്തിച്ച് ഇരുവിടം തോറും ആ സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ ദേശങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ, വാഹനങ്ങളിലൂടെ എല്ലാം ഈ അനുഗ്രഹം ഒഴുകാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് ഉച്ചത്തിൽ കരമുയർത്തി സർവ്വശക്തിയോടെ പറഞ്ഞു. കർത്താവ് ഞങ്ങൾക്കൊരിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാവും. ഇത് വിശ്വസിക്കുന്നവർ മാത്രം ഉച്ചത്തിൽ ഈശോയെ എന്നൊന്ന് വിളിച്ച്, പോരാ, സന്തോഷത്തോടെ വിളിച്ച്, ശബ്ദമുയർത്തി വിളിച്ച്, അത്യുച്ചത്തിൽ വിളിച്ച്, ശക്തിയോടെ വിളിച്ച്,
സ്വരമുയർത്തി വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, ഇതിൻ്റെ സന്ദർഭം എന്താണെന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. അതായത് ഇസ്ഹാക്ക് ഗരാറിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ അധ്യായം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതിലേക്ക് നോക്കിയാൽ നമ്മുടെ സമയം പോകുന്നതുകൊണ്ടാണ്. ഗരാറിൽ താമസിക്കുന്ന സമയത്ത് കൃഷി സ്ഥലങ്ങളെല്ലാം ഒത്തിരിയേറെ വർദ്ധിച്ചു. അവർക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ടായി. ആടുമാടുകൾ, കൃഷിയിടങ്ങൾ എല്ലാം വർദ്ധിച്ച് നല്ല ധനവാനായി. ഇത് കണ്ടപ്പോൾ ഫിലിസ്ത്യർക്ക് അസൂയ തോന്നി. അത് മാത്രമല്ല, അബീമേലെക്കാണ് അന്നത്തെ അധികാരി പറഞ്ഞു, ഇസ്ഹാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ വിട്ട് പോകണം, ഈ ഗരാറിൽ നിന്ന് നീ പോകണം. കാരണം നീ വലിയ ധനവാനായിരിക്കുന്നു, നീ വലിയ ശക്തനായിരിക്കുന്നു, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ വിട്ടു പോകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിസ്ത്യരും ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയം ഈ ഇസ്ഹാക്ക് ഒന്നും പറയുന്നില്ല. ഇസ്ഹാക്ക് അവിടെ വിട്ടു പോവുകയാണ്. ഈ ഗരാറിൻ്റെ താഴ്വരയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഇസ്ഹാക്ക് എന്താണ് ചെയ്തത്? അബ്രാഹത്തിൻ്റെ ദാസന്മാർ, അബ്രാഹത്തിൻ്റെ കാലത്ത് ഇസ്ഹാക്കിൻ്റെ അപ്പനായ അബ്രാഹം ഇഷ്ടം പോലെ കിണർ കുഴിച്ചൊരു സ്ഥലമാണ് ഈ ഗരാർ. ഈ സ്ഥലങ്ങൾ, അവിടെ ഈ കിണറെല്ലാം അബീമേലെക്കും അതോടൊപ്പം തന്നെ ഫിലിസ്തീനും വന്ന് മൂടിക്കളഞ്ഞു. ഫിലിസ്തീൻ ആ സ്ഥലം മുഴുവൻ കിണറെല്ലാം മൂടിയപ്പോൾ ഉറവക്കണ്ണി അടഞ്ഞുപോയി, അനുഗ്രഹത്തിൻ്റെ കൃപ കുറഞ്ഞുപോയി. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ആ സ്ഥലത്ത് താമസിക്കാൻ ചെന്ന ഉടനെ, ഈ ഗരാറിൻ്റെ താഴ്വാരങ്ങളിലേക്ക് താമസിക്കാൻ ചെന്ന ഉടനെ ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ആട്ടിടയന്മാരുടെ സഹപ്രവർത്തകരോട് പറഞ്ഞു, എൻ്റെ അപ്പൻ എൻ്റെ പിതാവായ അബ്രാഹം കുഴിച്ച എല്ലാ കിണറുകളും നമുക്ക് അത് തുറന്നെടുക്കണം, എങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇഷ്ടം പോലെ ആടുമാടുകൾ അതുപോലെ മൃഗങ്ങളെല്ലാം നമുക്കുണ്ട്, നമുക്ക് കൃഷി ചെയ്യണം, ഉറവയുള്ള കിണർ നമുക്ക് വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഗരാറിൻ്റെ താഴ്വരയിൽ ചെന്ന ഇസ്ഹാക്കിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു കിണർ കുഴിച്ചു. ആ കിണർ ഉറവ കണ്ടെത്തി, നല്ല സമൃദ്ധമായ ജലമുള്ള കിണർ. അപ്പോൾ എന്ത് ചെയ്തു? ഫിലിസ്ത്യരുടെ ആൾക്കാർ വന്ന് ശണ്ടയുണ്ടാക്കി, വഴക്ക് പിടിച്ചു. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ കിണറാണ്, ഞങ്ങൾക്കുള്ള വെള്ളമാണ്. ഇസ്ഹാക്ക് ഒന്നും പറഞ്ഞില്ല, വഴക്ക് പിടിക്കാൻ പോയില്ല. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ആ സ്ഥലത്തിന് ഏസക് എന്ന പേര് നൽകി. അവിടെ അവരിന്ന് കുറേ മാറി വേറൊരു കിണർ കുഴിച്ചു. ആ സ്ഥലത്തു നിന്ന് അവർ പോയില്ല, ആ താഴ്വരയിൽ തന്നെയാണ്. കുറച്ചുകൂടെ ദൂരെ മാറി അവർ വേറൊരു കിണർ കുഴിച്ചു. അവിടെയും ഈ ഇസ്ഹാക്കിൻ്റെ ആൾക്കാർ വന്ന് കിണർ കുഴിച്ചപ്പോൾ അബ്രാഹം കുഴിച്ച കിണറുകളാണ്, ഇഷ്ടംപോലെ വെള്ളം, നല്ല വെള്ളം. അപ്പോൾ വീണ്ടും ഫിലിസ്ത്യർ എന്ത് ചെയ്തു? അവിടെ വന്നോ, ഇത് ഞങ്ങളുടെ കിണറാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ശണ്ട കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ഈ ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ശണ്ടയ്ക്ക് പോയില്ല, വഴക്കിന് പോയില്ല, അവർക്ക് കൊടുത്തു. അടുത്തെന്താ ചെയ്തത്? ആ സ്ഥലത്തിന് വേറൊരു പേരിടുകയാണ്, സിത്ന. അതായത് അബ്രാഹം കുഴിച്ച എല്ലാ കിണറിനും പേരുകളുണ്ടായിരുന്നു. അതേ പേര്, എൻ്റെ പിതാവായ അബ്രാഹം കൊടുത്ത അതേ പേരുകൾ ഞാൻ കൊടുക്കുമെന്ന് ഇസ്ഹാക്ക് പറഞ്ഞ് ആ കിണറിന് സിത്ന എന്ന് പേര് നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അവരവിടെ നിന്ന് എന്ത് ചെയ്തു? കുറച്ചുകൂടെ ദൂരെ മാറി ഒരു കിണർ കുത്തി, നല്ല ഉറവക്കണ്ണി, നല്ല ഇഷ്ടം പോലെ വെള്ളം. ആ സ്ഥലത്തേക്ക് ഈ ഫിലിസ്ത്യരോ അബീമേലെക്കോ വഴക്കിന് വന്നില്ല. ഇതാണ് അതിൻ്റെ സാഹചര്യം. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇതാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇടം, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇടം ഇതാണ്, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ഥലത്തിന്, ഈ കിണറിന് ഇസ്ഹാക്ക് കൊടുത്ത പേരെന്താണ്? ബേർഷബ എന്ന് പേര് കൊടുത്തു. അവിടെ അവർ കൃഷിയെല്ലാം ചെയ്തു, നല്ല വലിയ സമ്പന്നനാകാൻ തുടങ്ങി. വീണ്ടും അവർ അല്പം കൂടി മാറി വേറൊരു കിണർ കുഴിക്കുകയാണ്, അവിടെയും വെള്ളം കിട്ടി. അന്ന് രാത്രിയിൽ കർത്താവ് ഇസ്ഹാക്കിന് പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള വചനം അതാണ്. എന്താണ് അതിൻ്റെ സന്ദർഭം? അന്ന് രാത്രി കർത്താവ് ഇസ്ഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ്, നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ.
അബ്രാഹാം എൻ്റെ ദാസനാണ്. അതുകൊണ്ട് എൻ്റെ ദാസനായ അബ്രാഹത്തെ ചൊല്ലി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതികളെ അനുഗ്രഹിക്കും, നിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കും, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. ഇസഹാക്കേ, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ്. എൻ്റെ ദാസനായ അബ്രാഹത്തെ ഞാൻ അനുഗ്രഹിച്ചതുപോലെ നിന്നെയും ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് വചനം. ഇത് ഈശോ നമ്മളോട് പറയുന്നതാണ്. നമ്മളോട് ഇവിടെ ഇന്ന് നമ്മൾ വചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോട് ഈശോ പറയുന്നതാണ്, നിനക്ക് ഞാനൊരു ഇടം തന്നിരിക്കുന്നു, നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ഭവനം അത് ഞാൻ തന്നതാണ്. നീ താമസിക്കുന്ന ആ ഭവനത്തിൽ ഞാൻ നിനക്ക് സമൃദ്ധി തരും. ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന നിൻ്റെ കുടുംബത്തിൽ അത് നിൻ്റെ കുടുംബം ഞാൻ തന്നിരിക്കുന്നതാണ്, കർത്താവ് തന്നിരിക്കുന്നതാണ്. ആ കുടുംബത്തിൽ നീ സമൃദ്ധിയുള്ളവനാകും. നിനക്ക് ഞാൻ ദൈവം തന്നിരിക്കുന്ന, കർത്താവ് തന്നിരിക്കുന്ന, ഈശോ തന്നിരിക്കുന്ന മക്കൾ അത് ഈശോ തന്നിരിക്കുന്നതാണ്. ആ മക്കൾ സമൃദ്ധിയുള്ളവരാകും. നിനക്കൊരു ജീവിത പങ്കാളിയെ, ഒരു ഭാര്യ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് തന്നതാണ്. ഭാര്യ നിൻ്റെ കുടുംബത്തിൽ അനുഗ്രഹമുള്ളതായിരിക്കും. നിനക്ക് ഞാൻ ഭർത്താവിനെ നൽകിയിട്ടുണ്ട്, അത് കർത്താവ് നൽകിയതാണ്. ഭർത്താവിനെ, ജീവിത പങ്കാളിയെ നിൻ്റെ ഭർത്താവ് അനുഗ്രഹമുള്ളവരായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കൊരു ജോലി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നൽകിയ ജോലിയാണ്. ആ ജോലിയിൽ നീ അനുഗ്രഹമുള്ളവനാകും. നീ ഏതെല്ലാം ദേശത്ത് ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ടോ ആ ഉത്തരവാദിത്വങ്ങളിൽ അത് കർത്താവ് നൽകിയതാണ്. ആ ഇടങ്ങളിൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ ദുരിതങ്ങളിലേക്കല്ല നോക്കേണ്ടത്, കർത്താവിലേക്ക് നോക്കുക. കാരണം കർത്താവ് എനിക്കൊരിടം തന്നിരിക്കുന്നു. എനിക്ക് നൽകിയിരിക്കുന്ന ഇടം ഏതായാലും അവിടെ കർത്താവുണ്ട്. ആ ദേശം, ആ സ്ഥലം, ആ ജോലി, ആ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എല്ലാ മനുഷ്യരും അനുഗ്രഹം പ്രാപിക്കും. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ചോളുക. നമുക്ക് വിളിക്കാനുള്ള ഏകനാമം ഈശോയുടെ നാമം. സ്വരമുയർത്തി വിളിക്കട്ടെ, ഈശോയേന്ന് വിളിക്കുക. പോരാ, ശക്തിയോടെ ഉച്ചസ്വരത്തിൽ സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉച്ചസ്വരത്തിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബേബിച്ചൻ, പ്രവീൺ, വത്സമ്മ ഇങ്ങനെയുള്ള വ്യക്തികളുടെ പേര് തന്നു. അവരൊന്ന് കരമുയർത്തിക്കേ. ബേബിച്ചൻ, പ്രവീൺ ഉണ്ടോ ഇതിനകത്ത്? ഇവരെ ഈശോ അനുഗ്രഹിക്കുകയാണ് കേട്ടോ, അനുഗ്രഹിക്കുകയാണ്. വത്സമ്മ ഈശോ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വത്സമ്മമാരുണ്ടാകാം, പല ബേബിച്ചന്മാരുണ്ടാകാം, പല ജോസഫ് അവർക്ക് ഈശോ അനുഗ്രഹം നൽകുകയാണ്. കാരണം ഈ പേര് നൽകിയവൻ കർത്താവാണ്. പേര് നൽകിയവൻ നിങ്ങളെ പേരിട്ട് വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇസഹാക്ക് എന്ത് ചെയ്തു? ഇസഹാക്ക് ആ സ്ഥലത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിട്ട് ഇസഹാക്ക് എന്ത് ചെയ്തു? ബലി അർപ്പിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞ് അവർ ജീവിക്കുന്ന സമയം അവരിഷ്ടം പോലെ സമ്പത്ത്, മറ്റ് മേഖലകൾ ഇവർക്ക് ദൈവം കൊടുത്തു. ആ സമയത്ത് ഇവർ സമ്പന്നനായി ഇവർ ജീവിക്കുന്ന സമയത്ത് ഈ അഭിമലേക്ക് കടന്നു വരികയാണ്. ആ ദേശത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ഞങ്ങളെ അവിടെ പറഞ്ഞു വിട്ടതില്ലേ? ആ ദേശത്തു നിന്ന്, ഗരാറിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്, ഞങ്ങളോട് ശണ്ട കൂടി. ഇനി എന്തിനാ എന്നെ സന്ദർശിക്കാൻ വരുന്നത്? അപ്പോൾ അഭിമലേക്ക് പറയുകയാണ്, നിന്നിൽ കർത്താവുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ശക്തനായ ദൈവം നിൻ്റെ കൂടെയാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തനായ ദൈവം, അബ്രാഹത്തിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ മകനാണ്. നിനക്ക് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹവും കർത്താവ് നൽകും. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്, നമുക്കൊരു സമാധാന ഉടമ്പടി ഉണ്ടാക്കണം, ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുത്. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മകനാണ്. ഹല്ലേലൂയ. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മകനാണ്. ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ഈ ദേശത്തു നിന്നും ഞങ്ങളെ പറഞ്ഞു വിട്ടേക്കരുത്. കാരണം ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ വചനം എന്താണ് എന്നോട് പറയുന്നത്?
കർത്താവ് നമുക്കൊരു ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു ഭവനം നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഒരു സ്ഥലം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു ജോലി നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രവർത്തന മണ്ഡലം കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ, മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ, അത് കർത്താവ് നൽകിയതാണെന്ന് ബോധ്യം വേണം. അത് ഞാൻ വിശ്വസിക്കണം. അവിടെ നമ്മൾ കുഴിച്ചു മൂടരുത്. അബ്രാഹാം ദൈവത്തിൻ്റെ ദാസനാണ്. അബ്രാഹാം കുഴിച്ച മുഴുവനും കിണറുകൾ ഫിലിസ്ത്യർ വന്ന് കുഴിച്ചു മൂടി അനുഗ്രഹത്തിൻ്റെ ഉറവ അവർ തടഞ്ഞു നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയായി പ്രിയപ്പെട്ട പൂർവികരിലൂടെ, മാതാപിതാക്കളിലൂടെ, നമുക്ക് നമ്മുടെ തിരുസഭയിലൂടെ, അതുപോലെ നമ്മുടെ സഭാ അധികാരികളിലൂടെ, നമ്മുടെ ദേശത്തെ അധികാരികളിലൂടെ, നമ്മുടെ ഇടവകയിൽ നിന്നും കുടുംബത്തിൽ നിന്നും എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് ദാനമായി തലമുറയായിട്ട് പരമ്പരാഗതമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കർത്താവിനോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഏതെല്ലാം മേഖലയാണ് കുഴിച്ചു മൂടിയിട്ടുള്ളത്? അനുഗ്രഹത്തിൻ്റെ എല്ലാ നീർക്കണ്ണി, അതായത് ഉറവ കണ്ണുകൾ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് നമ്മൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, കരുണയായിരിക്കണമേ, എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണയായിരിക്കണമേ, എൻ്റെ തലമുറയോട് കരുണയായിരിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് കരുണയായിരിക്കണമേ, എൻ്റെ മാതാപിതാക്കളോട് കരുണയായിരിക്കണമേ, എൻ്റെ മക്കളോട് കരുണയായിരിക്കണമേ, എൻ്റെ തൊഴിലിടങ്ങളിൽ കരുണയായിരിക്കണമേ, എൻ്റെ സ്ഥലത്തോട് കരുണയായിരിക്കണമേ, ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളോട് കരുണയായിരിക്കണമേ, എൻ്റെ ദേശത്തോട് കരുണയായിരിക്കണമേ, ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അപരാധങ്ങളും കർത്താവേ നീ ക്ഷമിക്കണമേ എന്ന് ഹൃദയം തൊട്ട് ഹൃദയത്തിൻ്റെ നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അവിടെ ഇടപെട്ട് മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഇടം, അത് ഞാൻ ആ സ്ഥലം ഞാൻ അനുഗ്രഹപൂർണ്ണമാക്കും, അത് ഞാൻ കൃപയുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് എനിക്ക് തലമുറയായി കിട്ടിയിരിക്കുന്ന വസ്തുവകകൾ ഞാൻ ഇന്നത് അത് മണ്ണിട്ട് മൂടിയിട്ടുണ്ടോ? അല്പം സ്ഥലത്തിന് വേണ്ടി, വസ്തുവിന് വേണ്ടി, പ്രോപ്പർട്ടിക്ക് വേണ്ടി നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ സൗകര്യം കൊടുക്കുന്നില്ല, അടുത്ത സഹോദരങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല, അടുത്ത തലമുറയ്ക്ക് സമാധാനം കൊടുക്കുന്നില്ല. ഏതെല്ലാം തരത്തിലാണ് പ്രശ്നങ്ങൾ? അത് നമ്മുടെ കുടുംബത്തിൽ കിടക്കുകയാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞ ഈ വാക്ക് എന്താണ്? ഈ നിനക്ക് ഞാൻ ഒരു ഇടം തന്നിരിക്കുകയാണ്. ചിലപ്പോൾ 1 സെൻറ്റ് സ്ഥലമേ കാണുകയുള്ളൂ, മതി. ചിലപ്പോൾ മാതാപിതാക്കൾ നിനക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു മൊട്ടുസൂചി ആയിരിക്കാം, മതി. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയ ആ ഒരു മൊട്ടുസൂചി, അത് മതി നമുക്ക് അനുഗ്രഹത്തിന്. അതേ ചൊല്ലി നമ്മൾ വഴക്ക് വേണ്ട, അതേ ചൊല്ലി നമുക്ക് വിഷമം വേണ്ട, അതോർത്ത് നമ്മൾ ദുഃഖിതരാകണ്ട. കാരണം കർത്താവ് ഇടം തന്നിട്ടുണ്ട്, എനിക്കൊരു ഭവനം തന്നിട്ടുണ്ട്, മക്കളെ നൽകിയിട്ടുണ്ട്, ദേശം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ്. അത് മതി ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ. എനിക്ക് ഈ ലോകം മുഴുവൻ എത്തിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത്, ഞാൻ ഈ ലോകം മുഴുവൻ നേടിയിട്ടും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു ഫലം? എൻ്റെ ആത്മാവിന് പകരമായി ഞാൻ എന്തു കൊടുക്കും? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവം എനിക്ക് തരാത്തതായി ഈ കാലഘട്ടത്തിൽ ഒന്നുമില്ല, ഒരു കാലഘട്ടത്തിലുമില്ല. എല്ലാ വസ്തുവകകളും, എല്ലാ ജോലി മേഖലകളും, ആരോഗ്യവും സമ്പത്തും സമാധാനവും സ്വസ്ഥതയും സൗന്ദര്യവും അഴകും എല്ലാം കർത്താവ് തന്നതാണ്. ഇതാണ് ഞാൻ മനസ്സിൽ വേറിട്ടുറപ്പിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കർത്താവ് തന്ന ഇടം ഞാൻ എൻ്റെ മനസ്സിലൊരു ഉദാഹരണം ഓർക്കുകയാണ്. ഒത്തിരിയേറെ ഉദാഹരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചെറുപ്പകാലം തന്നെ ഞാൻ വീട്ടിൽ കേൾക്കുന്നതാണ്. അതായത് ഇടവപ്പള്ളിയിൽ കുരിശുമണി അടിക്കുന്ന സമയം എൻ്റെ അപ്പനും അമ്മയും മുട്ടുകുത്തും. ഞങ്ങൾ 7 മക്കളാണ്. പ്രായമനുസരിച്ച് വേണം മുട്ടുകുത്താൻ. ഏറ്റവും ഇളയത് ഏറ്റവും മുമ്പിൽ, രൂപക്കൂടിന് മുമ്പിൽ, പിന്നെ ക്രമത്തിൽ താഴെ എല്ലാവരും പ്രാർത്ഥന തീരുന്നവരെ മുട്ടുകുത്തണം, കൊച്ചു സെറ്റാണെങ്കിലും. ഒരു പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരു അപ്പനും അമ്മയും മാറി മാറി ചെല്ലുന്ന ഒരു കാറസൂസ പ്രാർത്ഥന ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഇന്നും അത് കുടുംബത്തിൽ ചെല്ലുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ആളുകളെ തിരഞ്ഞെടുക്കണമേ. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഉറക്കെ പ്രാർത്ഥന ചെല്ലണം. ഇപ്പം ഞങ്ങൾ 7 മക്കളും കൂടെ ഉച്ചത്തിൽ ചെല്ലും, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആ കാലഘട്ടത്തിൽ ഇതൊന്നും മനസ്സിലായില്ല. ഇന്നും ആ പ്രാർത്ഥന മക്കളെ സഹോദരങ്ങളെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ ദൈവ ശുശ്രൂഷയ്ക്ക് പോകാം. അപ്പം ഞങ്ങൾ ഈ കുറവിലങ്ങാട്ട് പള്ളി, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം ഞങ്ങളുടെ ഇടവപ്പള്ളിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അല്ല 5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പള്ളിയിൽ പോകാൻ. എല്ലാ ശനിയാഴ്ചയും നമുക്ക് പനിയുണ്ടെങ്കിൽ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടെങ്കിൽ പോലും
ഒരു ശനിയാഴ്ച അവിടെ ശനിയാഴ്ച കുർബാനയ്ക്ക് പോകും. മാതാവിൻ്റെ നൊവേന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. നൊവേന കുർബാന എല്ലാവരും പൊക്കണം. ഇന്നത്തെ പോലെ വണ്ടിയില്ല, വാഹനമില്ല, ചെരുപ്പില്ല, ഒന്നുമില്ല. പക്ഷെ പൊക്കോണം. ഈ ഇളയ കുട്ടികളെ മുതിർന്നവർ വേണം എടുത്തുകൊണ്ട് പോകാൻ. അത് അപ്പനും അമ്മയ്ക്കും നിർബന്ധം. അവർ വീട്ടിലിരിക്കും. എന്നിട്ട് എല്ലാവരെയും പറഞ്ഞു വിടും. ഈ 5 കിലോമീറ്റർ നടക്കും. ഞാൻ ഓർക്കും അതൊരു അനുഗ്രഹമാണ്. ശനിയാഴ്ച വരാൻ നോക്കിയിരിക്കും. പ്രിയപ്പെട്ട ഞങ്ങളിങ്ങനെ 10ൻ്റെ റിസൾട്ടും ഒക്കെ കഴിഞ്ഞ് നല്ല മാർഗോടെ ഇരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഞങ്ങൾ പള്ളിയുടെ ദേവാലയത്തിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തും. അന്ന് എനിക്കൊരാഗ്രഹം, എന്നാൽ ദൈവ ശുശ്രൂഷയ്ക്ക് പോകാം. ആരോട് നിന്ന് പറയും. തൊട്ട് താഴെ മഠമുണ്ട്. നമ്മൾ അവിടെ വേദപാഠമൊന്നും പഠിച്ചിട്ട് ഞങ്ങളെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളെ പല സ്കൂളുകളിലാണ് വിടുന്നത്. കുറച്ച് പേരെ കോൺവെൻറ്റ് സ്കൂളിൽ വിടും, കുറച്ച് പേരെ പള്ളി സ്കൂളിൽ വിടും, കുറച്ച് പേരെ NSSൽ വിട്ടു, കുറച്ച് പേരെ എവിടെ വിട്ടു, ഗവൺമെൻറ് സ്കൂളിൽ. ഞാൻ NSSൽ പോയ ആളാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സുമായിട്ട് വലിയ പരിചയമില്ല. താഴെ മഠത്തിലേക്ക് ചെന്നപ്പോൾ ഞാൻ നോക്കി എല്ലാവരും എന്ത് ചെയ്യുന്ന കുർബാന നടക്കുക. കൂടെയുള്ളവരാരും പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യുവാന്ന് നോക്കി എല്ലാവരും ചെന്ന് മണി അടിക്കും. ഒരു മണി കെട്ടി തൂക്കി, ഇന്നത്തെ പോലെ ഹോളിമല്ലില്ല, ഒരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. എല്ലാവരും അടിക്കും. ഞാനും ചെന്ന് മണി അടിച്ചു. മണി അടിക്കുമ്പോൾ ഒരു കൊച്ചു ഓടി വരും. എന്നിട്ട് പറയും, ആരെ കാണാനാ. അപ്പോൾ അവർ ഓരോ പേര് പറയും. ഞാനും ചെന്ന് മണി അടിച്ച് ഞാൻ ആരുടെ പേര് പറയും? എനിക്ക് അവിടെ പരിചയമുള്ളവരാരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നിന്നപ്പോൾ ആ കൊച്ചു ചോദിച്ചു, ആരെ കാണട്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മദറിനെയാണോ ചോദിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞു, മദറെന്ന് പറയാൻ നമുക്ക് അതൊന്നും അറിയത്തില്ല, കാരണം മദർ മഠത്തിലുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ വലിയ പുള്ളിയാരാ, അതിങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, ഇത് മദറാന്ന്. എന്നാൽ പോരട്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മദർ പെട്ടെന്ന് ഇറങ്ങി വന്നു. എന്നോട് ചോദിച്ചു, ആരാ എന്നെ അന്വേഷിച്ചു? ഞാൻ പറഞ്ഞു, ഞാനാന്ന് പറഞ്ഞു. അപ്പോൾ വീട് സ്ഥലമൊക്കെ ചോദിച്ചപ്പം അവർക്ക് നല്ലപോലെ അറിയാം. എൻ്റെ അച്ഛനെ അവരൊക്കെ ഒരുമിച്ച് പഠിച്ചവരാ. പക്ഷെ നമുക്ക് അവരെ അറിയത്തില്ല, കാരണം അന്ന് ഇത്രയും വീട് സന്ദർശനമില്ല. ഞാൻ ആ മഠത്തിന് മുൻപിലോട്ട് ചെന്ന ക്ഷണം ഈ ഒരു വചനം കർത്താവ് എനിക്ക് തന്നു. ഇത് വചനമാണെന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മദർ എന്നോട് ചോദിക്കുകയാണ്, ഇവിടെ വന്നപ്പോഴേ കയറിയപ്പോഴേ എന്താ തോന്നിയത്? ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കൊരിടം തന്നിട്ടുണ്ട്, നീ ഭൂമിയിൽ അനുഗ്രഹമുള്ള വ്യക്തിയായിട്ട് മാറും. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് വചനമാണോ എന്ന് എനിക്കറിയത്തില്ല. തപ്പി ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ നോക്കിയെടുത്തോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു മദറിനോട്, എനിക്ക് മിഷന് പോകണം. അപ്പോൾ ഈശോ ഉറപ്പിച്ചെന്ന മേഖല എന്താണ്? ഇതാണ് ഭാവിയിൽ എൻ്റെ ഇടം, ഈ സ്ഥലം, ഈ കർമ്മലീത്ത, അത് കർമ്മലീത്ത മഠമാണ്. ഈ കർമ്മലീത്ത മഠത്തിൽ നിന്ന് നീ അനുഗ്രഹം പ്രാപിക്കും. വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത്. അതിനുശേഷം എനിക്ക് മിഷന് പോകണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ അമ്മ പറയുക, അതായത് ജനറാളമ്മ ഇവിടെ വിസീത നടത്തുന്ന സമയമാണ്. അമ്മ ഇങ്ങനെ പശ്ചിമാലയിൽ നോർത്തിൽ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്, അംഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഞങ്ങളുടെ സമൂഹത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരാം. പെട്ടെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനറാളമ്മ മുമ്പിൽ വന്നു. അമ്മയോട് എൻ്റെ ആഗ്രഹം അർപ്പിച്ചു. പറഞ്ഞു, എന്നാൽ ഞാൻ പെട്ടെന്ന് ആലുവായിക്ക് പോരാം, കാരണം 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് നിൽക്കുമല്ലേ, ആലുവായിലേക്ക് പോരാം. ചുരുക്കി പറയാം, ആലുവായിൽ ഒരു വർഷം നിന്നു. ഞങ്ങളെ പല പ്രൊവിൻസിൽ നിന്നുള്ള ആൾക്കാർ 1 വർഷം അവിടെ നിന്നിട്ട് അവിടുത്തെ കെട്ടിടം പണി കഴിഞ്ഞില്ല. അപ്പോൾ ഈ പാലക്കാരത്തിയായി എന്നെ എൻ്റെ മിഷനായിട്ട് ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണോ? എനിക്ക് ഈ ചങ്ങനാശ്ശേരി ഒരു പരിചയവുമില്ല, ആൾക്കാരുമില്ല. ഈ ചങ്ങനാശ്ശേരി എൻ്റെ മിഷനായിട്ട് കർത്താവ് എനിക്ക് വേണ്ടി അയച്ചു തന്ന, തിരഞ്ഞെടുത്ത് തന്ന എൻ്റെ ഇടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ വചനം എൻ്റെ മുമ്പിൽ തന്നു. കർത്താവ് ഒരിടം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു കുടുംബത്തിൽ ജീവിക്കാൻ ഭാര്യയെ ഭർത്താവിനെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത ഇടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവിടെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം, അവിടെ വിശ്വാസത്തോടെ ജീവിക്കണം, അവിടെ വിശ്വസ്തയോടെ ജീവിക്കണം, അവിടെ സ്നേഹത്തിൽ ജീവിക്കണം, അവിടെ ഐക്യത്തിൽ ജീവിക്കണം, അവിടെ പുണ്യത്തിൽ ജീവിക്കണം, അവിടെ പ്രാർത്ഥനയിൽ ജീവിക്കണം, അവിടെ വചന വായനയുടെ നിറവിൽ ജീവിക്കണം, അവിടെ തിരുസഭയുടെ കൽപ്പനകൾ 10 അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ആ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ നീരുറവ പൊട്ടിപ്പൊളിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജീവിച്ച് ഈ ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് കർത്താവ് എനിക്ക് നൽകിയ ഇടമാണെന്ന് നമ്മൾ കുടുംബ ജീവിതത്തിൽ ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ മറന്നു പോകുന്നു. ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ടാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന എൻ്റെ കുടുംബമാകുന്ന ഇടം ഇന്ന് എന്തായിട്ട് മാറുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നും എല്ലാ ദിവസവും ഈ വചനം ഞാൻ മനസ്സിൽ ഓർക്കും. ഇന്ന് ഈ വചനം എടുക്കാൻ കാര്യം സിസ്റ്ററിനോട് പറഞ്ഞു, ഈ ദിവസത്തെ കൺവെൻഷൻ ക്ലാസ് എടുക്കണമെന്ന്. അപ്പം ഞാൻ ഈശോയുടെ അടുത്ത് ദിവ്യാനസന്നിധിയിലും ചോദിച്ചു, എന്താ എടുക്കേണ്ടതെന്ന്. ഉടനെ ഈ വചനം എനിക്ക് തന്നു. അന്ന് കുറവലങ്ങാട്ട് വെച്ച മഠത്തിൻ്റെ മുമ്പിൽ നിനക്കൊരു വചനം തന്നില്ലേ? അറിയാം. ആ വചനം ഇവരോട് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിന് അർത്ഥമുണ്ട്.
ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്, മാതാപിതാക്കളുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്, അസ്വസ്ഥതയുണ്ട്, പ്രാർത്ഥനയില്ല. എല്ലാവരും നല്ലവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് തെരഞ്ഞെടുത്തവരാണ്. നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, നന്മകളുണ്ട്. ഒരു വ്യക്തിയെ ഈ ലോകത്തിലേക്ക് കർത്താവ് പറഞ്ഞു വിടുന്നത് നന്മയുമായിട്ടാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവം നിന്നെ സരള ഹൃദയനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സരള ഹൃദയത്തിൻ്റെ വിശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മൾ ജീവിച്ച് വന്നപ്പോൾ ആ വിശുദ്ധിയും വിശ്വസ്തതയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന ഇടം അത് കർത്താവ് തന്നിരിക്കുന്ന ഇടമാണ്. അതിന് ഏറ്റവും മഹോന്നതമായി വിശുദ്ധിയോടെ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കണം. അവിടെയാണ് ഈ കൺവെൻഷന് നമ്മളിലേക്ക് ഈശോ അനുഗ്രഹം ചൊരിയാൻ പോകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവിന് നമ്മളെല്ലാവരെയും കുറിച്ച് അറിയാം, എല്ലാവരെ കുറിച്ച് അറിയാം. ഇപ്പോൾ ഇവിടെ നടുവേദനയായിട്ടിരിക്കുന്ന 8 പേരെ ഈശോ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുവാണ്. അവരെന്ന് കരമുയർത്തിക്ക്. ശക്തമായ നടുവേദനയായിട്ടിരിക്കുന്ന 8 പേരിലേക്ക് ഈശോയുടെ അഭിഷേകം ശക്തി ഒഴുകയാണ്. 1 2 3 4 5 6 7 8. കണ്ടോ എത്ര കൃത്യമാണ്. ഒന്നിട്ട് കൈ ഉയർത്തിക്ക്. കറക്റ്റ് 8 പേര്. ആ 8 പേരെ ഈശോ പേര് തന്നു. ഈശോയ്ക്ക് തെറ്റ് പറ്റത്തില്ല. കർത്താവ് തന്ന ഇടം, കർത്താവ് തന്ന അനുഗ്രഹം, അതിൻ്റെ എൻ്റെ കുടുംബം, എൻ്റെ സ്ഥലം, എൻ്റെ ഇടവക, എനിക്ക് ഏറ്റവും അധികം അനുഗ്രഹം കിട്ടുന്ന ഇടമാണ് എൻ്റെ ഇടവക. എനിക്ക് ഏറ്റവും അധികം അനുഗ്രഹം ലഭിക്കുന്ന സ്ഥലമാണ് എൻ്റെ തിരുസഭ. ഇടവകയിൽ നിന്നാണ് കൂതാശകൾ എനിക്ക് ലഭിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന ഇടത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ പള്ളിയിൽ പോകണം. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ പോലെ ദേവാലയങ്ങളില്ല, ഉണ്ടോ? ഇന്നത്തെ പോലെ വഴി സൗകര്യമില്ല, കുന്നും മലയും, ചെരുപ്പില്ല, വണ്ടിയില്ല, വാഹനമില്ല. നേരത്തെ വെളുപ്പിനെ എഴുന്നേറ്റ് പോകണം. കിലോമീറ്റർ ദൂരെ ദേവാലയം. തലേ ദിവസമേ ചൂട്ടുകറ്റ കെട്ടിവെക്കും. ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൻ പറയും, നിങ്ങൾ ഇത്രയും 5-6 കിലോമീറ്റർ ദൂരെ നടന്നു പോകുമ്പോൾ ഇരുട്ടാണ്, കാരണം അവിടെ ചെല്ലണ്ടേ, മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം നിർബന്ധമുണ്ട്. കുറേ ദൂരം ചൂട്ടുകറ്റം കൊണ്ടുപോകും. അന്ന് ഇതുപോലെ ടോർച്ചൊന്നുമില്ല, മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പോയി അങ്ങനെ ചെന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തിരിച്ചു വരും. വീണ്ടും അവർ വന്ന് മണ്ണിനോട് മല്ലടിച്ച്, തൂമ്പായെടുത്ത് മണ്ണിനോട് മല്ലടിച്ച് വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു തലമുറയുണ്ടായിരുന്നു ഈ അടുത്ത നാൾ വരെ. ഇപ്പോൾ അത് പോയി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇന്ന് പല വ്യക്തികളും, എനിക്കറിയാം, ഞാൻ ഈ ഒരു മുഴുവൻ സമയം പലരുടെ പ്രശ്നം കേൾക്കാൻ വേണ്ടി ശുശ്രൂഷ മേഖലയിൽ കർത്താവ് തന്നിരിക്കുന്ന ഈ ഇടത്തിൽ, കർത്താവ് തന്നിരിക്കുന്ന ഈ കർമ്മലീത്ത മഠത്തിൽ, ഞാൻ ഇന്ന് CMC സഭയിൽ, ഇന്ന് ഹോളി കോൺഫറൻസിൽ, ഞാൻ ഇന്ന് ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം മക്കൾ നീറുന്ന ഹൃദയമായി കടന്നു വരുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിനക്ക് തന്ന ഇടത്തിൽ നീ വരുമ്പോൾ ആ വരുന്ന വ്യക്തികളുടെ മേൽ ഞാൻ അനുഗ്രഹം വർഷിക്കും, അവർക്കും ദൈവം കൃപ കൊടുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ മക്കളെയും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ജീവിത പങ്കാളിയെയും, നിങ്ങളുടെ മക്കളും ജീവിത പങ്കാളികൾ വിദൂരതയിൽ എവിടെയായിരിക്കുന്നാലും അവരിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനം കൊണ്ട് നമ്മൾ ഈശോയെ ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഈശോ ഉദ്ധാരം ചെയ്തു എന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് അതിനം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഈ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ വചനം എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ മാംസം ധരിക്കുകയും എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആ ഭവനം, എൻ്റെ ജീവിതം, അത് കർത്താവ് നൽകിയ ഇടമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ അത്ഭുതം നടക്കാൻ പോവുക. കരമുയർത്തിക്കൊള്ളുക, 2 കരവും ഉയർത്തിക്കൊള്ളുക, കണ്ണുകൾ അടയ്ക്കുക, ഉച്ചത്തിൽ നിലവിളിക്കുക, കണ്ണുനീരോടെ വിളിക്കുക, ഈശോയേ എന്ന് വിളിക്കുക. കൃപ ചൊരിയട്ടെ, 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 പോരെ ശക്തിയോടെ. ഈശോ, ഈശോയേ, ഈശോ, ഈശോയേ, ഹല്ലേലൂയ, ഈശോയേ, ഈശോ, ഈശോയേ, ഈശോ, ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോമോൻ, ടീന, ടിൻഡു, ജാൻസി, ഇവരൊക്കെ ഇന്ന് കരമുയർത്തിക്ക് ഇതിനകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകുകയാണ്. അന്നമ്മ, ത്രേസ്യാമ്മ, കരമൊഴുക്കാമോ? ഉയർത്തുക. ഇവരിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി
ഒഴുകുകയാണ്. കണ്ണിന് അസ്വസ്ഥതയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. കാഴ്ചക്കുറവുള്ളവർ കരമുയർത്താമോ? കരമുയർത്തുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആ മേഖലയിൽ ഈശോ വലിയ വിടുതലും സൗഖ്യവും തന്നു കഴിഞ്ഞു. നാളത്തേക്ക് വേണ്ടി നിങ്ങളത് മാറ്റിവെക്കണ്ട. അതുപോലെ തന്നെ ശരീരം മുഴുവൻ ചൊറിച്ചിൽ, വാതരോഗം, അസ്വസ്ഥത, മുട്ടുകുത്താൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഏത് ഭക്ഷണം കഴിച്ചാലും അസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം, ഈ മേഖലയിലും ഈശോ ഇടപെടുകയാണ്. നിങ്ങൾക്ക് വലിയ അനുഗ്രഹവും സൗഖ്യവും നൽകുകയാണ്. കരമുയർത്തിക്ക് ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ വലിയ സൗഖ്യം, വചനത്തിൻ്റെ വലിയ സൗഖ്യം ഈശോയെ ഈ പ്രിയപ്പെട്ട മക്കളിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് തെരഞ്ഞെടുത്ത ഇടത്തേക്കാണ് ഈ മക്കളെ നീ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് തെരഞ്ഞെടുത്തത് ആ ഭവനത്തിൽ വസിക്കുന്ന മക്കളാണിവർ. ഈശോയെ നീ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന മക്കളാണ്. ഇവരിലേക്ക് ആത്മീയ നന്മകൾ ഒഴുക്കണമേ, ശാരീരിക നന്മകൾ ഒഴുക്കണമേ, രോഗപീഠകളിൽ നിന്ന് വലിയ വിടുതലും മോചനം കൊടുക്കണമേ, സൗഖ്യത്തിൻ്റെ ആത്മാവ് ഇവരിലേക്ക് ഒഴുക്കണമേ, പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചൊരിയട്ടെ ഈശോയെ. ഇവർ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട് മാറട്ടെ. അതിനുള്ള കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ മാതാപിതാക്കൾ വഴി, എൻ്റെ തലമുറ വഴി, എൻ്റെ രൂപത വഴി, എൻ്റെ ഇടവക വഴി, തിരുസഭ വഴി, എനിക്ക് എൻ്റെ ഗുരുഭൂത വഴി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വഴി, അയൽവക്കക്കാർ വഴി എനിക്ക് തന്നിരിക്കുന്ന ഏത് നന്മയാണ് ഞാൻ ഇന്ന് മണ്ണിട്ട് മൂടിയിരിക്കുന്നത്? വിശ്വാസമാണ്. അവിശ്വാസത്തിൻ്റെ മേഖല എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. എളിമയില്ലാതെ അഹങ്കാരത്തിൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കണമേ, അഹങ്കാരം എന്ന പാപത്തെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധനമോഹം ഈശോയെ, അതിനുവേണ്ടി ഞാനിന്ന് ഓടുന്നത്. പ്രാർത്ഥിച്ചോളുക. ധനത്തിൻ്റെ കെട്ടീശ പൊട്ടിച്ചു തരും. എന്നാൽ നമുക്ക് സമൃദ്ധി ജീവിക്കാനുള്ള എല്ലാ മേഖലയും കർത്താവ് തരികയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ദൈവവെള്ളി നിറഞ്ഞു നിന്ന ഒരു സ്ഥലമാണ്. പ്രിയപ്പെട്ട സാധനങ്ങളെ, ഇന്ന് അനീഷ് മൂന്നാമത്തെ ഫിനീഷ്. കുടുംബങ്ങളിൽ 3 മക്കൾ ഇല്ല, 2 മക്കൾ ഇല്ല, 1. ആ ഒരവസ്ഥയിലാണ് നമ്മൾ. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വചനം പറയുന്നത് എന്താ? അവിടെ പറയുന്നത്, വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനം കർത്താവ് തെരഞ്ഞെടുത്ത ഇടമാണെങ്കിൽ അവിടെ നമുക്ക് സമൃദ്ധി, അനുഗ്രഹം നൽകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ദാനമായി നൽകുന്ന മക്കളാണ്. ആ മക്കളെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പറഞ്ഞു വിടണം. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞു വിടണം. ഈ ഒരു കാലഘട്ടത്തിൽ അത് കുറഞ്ഞു. അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാം, പല പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് നിങ്ങൾ നോക്കണ്ട. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും മക്കൾ ദൈവം കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു ദൈവവിളി. ഇത് തിരിച്ചറിയണം. ഈ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തന്നെ ഇതിന് മക്കളെ പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറയുക, സിസ്റ്ററെ, എനിക്ക് 4 മക്കളുണ്ട്. അതിലൊരു കുട്ടി ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിച്ചതാണ്. ഞങ്ങൾ വിട്ടില്ല. ഇപ്പോൾ അവൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ പറഞ്ഞു, എനിക്ക് ദൈവവിളിക്ക് പോകണം. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെ പറഞ്ഞു വിടാൻ. ആ മക്കളെ അല്ല, മൂത്തമാർക്ക് 2 മക്കളുണ്ട്, വിവാഹം കഴിച്ചു, ഭർത്താവിനെ മേടിച്ചു, മക്കളെ മേടിച്ച് പറയുക, എനിക്ക് ഏതെങ്കിലും മഠത്തിൽ പോയി നിന്നാൽ മതി. കാരണം എൻ്റെ ഇടം അതല്ല, എനിക്കിടം ഇതായിരുന്നു. അങ്ങനെ പറയുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. നമ്മൾ പല സ്ഥലത്തും ജോലി മേഖലകൾക്ക് പോകാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതിനെ അറിയിക്കുന്നവരെ വിട്ടു. ചിലപ്പോൾ ഒറ്റപുത്രനായി ഒറ്റപുത്രിയായിരിക്കും. ദൈവവേലയ്ക്ക് കർത്താവ് വിളിക്കുന്നവണെങ്കിൽ വിടണം. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഭവനം കർത്താവിൻ്റെ ഇടമാണ്. അവിടെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം തരുന്ന മക്കൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് വിടുമ്പോഴാണ് ആ ഇടത്തിൽ അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദൈവവിളി ഇല്ലാത്തവരെ പറഞ്ഞു വിടരുത്. അതേസമയം കുടുംബജീവിതം ദൈവവിളിയാ. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പുരോഗമനാകാൻ ഒരു വൈദികനെ കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വൈദികൻ വഴി ആ കുടുംബം, ദേശം, ഇടവകയും ലോകം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കുക. അത് നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. വീണ്ടും ഇസഹാക്ക് ചെയ്തെന്താ? ബലിയർപ്പിച്ചു.
ബലിയർപ്പിച്ച് ദൈവത്തിന് നന്ദി സൂചകമായി. ഇത് ദൈവത്തിൻ്റെ ഇടമാണ് ഈ സ്ഥലമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇസഹാക്ക് ബലിയർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ബലിയർപ്പിക്കാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞ് നമുക്ക് ബലിയർപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നൊരു തീരുമാനമെടുക്കുക. കർത്താവേ, ഇന്ന് എനിക്ക് എൻ്റെ ഭവനത്തിനടുത്ത് എനിക്ക് ദേവാലയമുണ്ട്, എനിക്ക് പോകാം, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സമയമുണ്ട്, സമ്പത്തുണ്ട്. ഇനി സമയമൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് വാഹനമുണ്ട്, അവിടെ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ഇന്ന് വരെ ദൈവം എന്നെ ജീവിക്കാൻ അനുവദിച്ചല്ലോ. എനിക്ക് ഈ ജീവിതത്തിൽ, ഈ ലോകത്ത് എനിക്ക് ഒരു ജന്മം നൽകി ഇത്രയും നാൾ ഈ ലോകം ഞാൻ കണ്ടല്ലോ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഞാൻ കണ്ടല്ലോ. അതിന് എത്ര ബലിയർപ്പിച്ചാലും മതി വരികയില്ല. നന്ദിയുടെ ബലിയർപ്പിക്കാൻ നമ്മൾ മുതിരുമ്പോൾ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. കാരണം ഇടവകയാകുന്ന വലിയ കുടുംബത്തിലേക്ക് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ദേശം, ലോകം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് ഒരു ബലി അർപ്പണത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കരുത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഇസഹാക്ക് അമലേക്യർ, ഫിലിസ്ത്യർ മൂടിയ കിണർ അവർ കുഴിച്ചു മൂടി, അല്ല, അബ്രാഹം ഉണ്ടാക്കിയ കിണർ മുഴുവൻ അവർ കുഴിച്ചു മൂടി. വീണ്ടും ഇസഹാക്ക് തുറന്നെടുക്കുകയാണ്. അതിൻ്റെ കിണർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശണ്ടയ്ക്ക് വന്നു, വഴക്കിന് വന്നു. പക്ഷേ ഇസഹാക്ക് വഴക്കിന് പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന മേഖലയാണ്, ദൈവം എനിക്ക് തന്ന ഇടമാണ് എൻ്റെ ഭവനമെങ്കിൽ, ദൈവം എനിക്ക് തന്ന സ്ഥലമാണ് എൻ്റെ വസ്തുവകകളെങ്കിൽ, ദൈവം എനിക്ക് തന്ന ജോലി മേഖല ദൈവം തന്നതാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഴക്കിന് പോകരുത്. സമാധാനം സംസ്ഥാപിക്കാനുള്ളവരെ നമ്മൾ വഴക്കിന് പോകരുത്. നമ്മൾ എത്രയോ വ്യക്തികളോട് വഴക്ക്, അല്ല, കുടുംബത്തിൽ വഴക്ക്, അയൽവക്കക്കാരുടെ വഴക്ക്, ദേശത്ത് വഴക്ക്, തൊഴിൽ മേഖലയിൽ വഴക്ക്. ആ മേഖല നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു കിണർ കുഴിക്കുമ്പോൾ അതിൻ്റെ ഉറവക്കണ്ണ് കണ്ടെത്തിയാൽ വെള്ളം ഇങ്ങനെ ചീറ്റും മുകളിലേക്ക്. വഴക്കിൻ്റെയും കലഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിരോധത്തിൻ്റെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പാപത്തിൻ്റെ കെട്ടുകൾ ഒന്നിന് പുറകെ ഒന്നായി ചങ്ങല പോലെ അത് അഴിഞ്ഞു മാറുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ദൈവകൃപ അതിനേക്കാൾ ശക്തിയായി മലര് പൊട്ടുന്നത് പോലെ കൃപ സ്വർഗത്തിൽ നിന്നും ഈശോ ഭൂമിയിലേക്ക്, കുടുംബത്തിലേക്ക് അയച്ചു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്നുണ്ട് സംഭവം, ഇഷ്ടംപോലെ ഉദാഹരണം എങ്കിലും ഞാൻ ഓർക്കണേ. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി സമയത്ത് 3 വർഷം കൂടെ നമുക്ക് സ്ഥലമാറ്റം കിട്ടും. അങ്ങനെ ഒരു വേറൊരു സ്ഥലത്തേക്ക് ഞാൻ സ്ഥലം മാറി ചെന്നു. അവിടെ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 5:30 മണിയായപ്പോൾ ഒരു കുടുംബം കരഞ്ഞ് നിലവിളിച്ച് വന്നിരിക്കുന്നു. എനിക്ക് ആ വ്യക്തികളെ അറിയത്തില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ഈ ഭവനത്തിലാണ്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ, ഇത് എവിടെ നിന്ന് വരുന്നു? അപ്പോൾ വേറൊരു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുക, അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഞാൻ നോക്കുമ്പോൾ സമയം 5:30 മണി. ഞാൻ ചെന്ന് മദറിനോട് പറഞ്ഞു, മദറേ, ഇങ്ങനെ ഒരു കുടുംബം വന്നിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ. അപ്പോൾ മദർ പറഞ്ഞു, സിസ്റ്ററെ, നമുക്കൊരു കാര്യം ചെയ്യാം, 6 മണിക്ക് നമ്മൾ സായാഹ്ന പ്രാർത്ഥന, റംഷാ പ്രാർത്ഥന വെച്ചിരിക്കുക. അപ്പോൾ അവരെ കണ്ടുകൊണ്ടിരുന്ന എന്ത് ചെയ്യും, സിസ്റ്റർ ഇടയ്ക്ക് വന്നതല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി മീറ്റിംഗ് വെച്ചിരിക്കുക. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞാൻ എതിർക്കണോ? കാരണം കർത്താവ് തന്നിരിക്കുന്ന ഇടം ഇത്. കർത്താവ് തന്നിരിക്കുന്ന ഈ മഠത്തിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് കൊണ്ടുവരുന്ന ആളുകളുടെ പ്രശ്നം തീർക്കാൻ കർത്താവിന് സാധിക്കും. അതിന് ഒത്തിരി സമയം വേണ്ട. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, യെസ് മദർ. ഞാൻ പോയി ആ കുട്ടികളോട് പോയിരുന്ന് ആ കുടുംബത്തോട് ഞാൻ സംബന്ധിച്ച്, അവർ 7 പേരാണ് വന്നിരിക്കുന്നത്. അവരോട് പെട്ടെന്ന് പേരൊക്കെ ചോദിച്ചു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിയടിക്കുന്നു. എന്തിന്? സായാഹ്ന പ്രാർത്ഥനയ്ക്ക്. എൻ്റെ മനസ്സിലൊരു വിഷമം ഇല്ല, സമാധാനം. ഞാൻ പയ്യെ എഴുന്നേറ്റു. ഞാൻ ആരെ അനുസരിക്കേണ്ടത്? ആ മഠത്തിലെ അധികാരിയെ. കാരണം കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടം ഇത്. ഈ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുമെന്ന് എനിക്കറിയാം. ഞാൻ എഴുന്നേറ്റ വിവരെല്ലാവരും കൂടെ എൻ്റെ കയ്യെ പിടിച്ച് പറയും, സിസ്റ്ററെ, ഞങ്ങൾ എത്രയോ ദൂരെ നിന്നാണ് വരുന്നത് സിസ്റ്റർ എന്നറിയാവോ? ഞങ്ങൾ അങ്ങ് ബോംബെയിൽ നിന്ന് വരിക, 2-3 ദിവസം യാത്ര ചെയ്ത് ഞങ്ങൾ ഈ വരുന്ന ട്രെയിനിൽ. സിസ്റ്റർ, ഞങ്ങളെ കൈവിടരുത്. അപ്പോൾ ഒരു സ്വരം, എന്താ സ്വരം? ഇത് ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം, അവിടെ നിന്നെ ആക്കിയിരിക്കുന്നു. ഇത് ഞാൻ കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നീ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എനിക്ക് സാധിക്കും. നീ പോയി സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. തീർന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം ഇത്. ഞാൻ എഴുന്നേറ്റു, റംഷാ പ്രാർത്ഥനയ്ക്ക് പോവുക. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു, ഈശോ പറഞ്ഞു, ഇത് ഈശോയുടെ പ്രശ്നമാണ്, ഈശോ പരിഹരിച്ചോളും, ഈശോയുടെ മക്കളാണ്. ഇവിടെ വെച്ച് തന്നെ ഈ മഠത്തിൽ വെച്ച് തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടേ നിങ്ങളെ ഈശോ വിടുകയുള്ളൂ. നിങ്ങൾ മാതാപിതാക്കൾ, മക്കൾ, നിങ്ങൾ ദേവാലയത്തിലേക്ക് കയറിക്കൂ.
ഞാൻ വേഗം ദേവാലയത്തിൽ കയറി സഹായന പ്രവർത്തനയ്ക്ക് തംശാപ്പുസ്തകം എടുത്ത് പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങി. ഈ മാതാപിതാക്കൾ അപ്പനും അമ്മയും കയറി സഹോദരങ്ങളും കയറി. പ്രശ്നമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ഫോണുമായിട്ട്. പ്രിയപ്രസാരങ്ങളെ, ഒരു ഫോൺ വന്ന ആ സമയത്ത് ഏങ്ങലടിച്ച് ഈ കൊച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ചാപ്പലിലേക്ക് കയറി വരികയാണ്. ഞങ്ങൾക്കവിടെ പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഏങ്ങലടിക്കുക. ഈ അപ്പനറിയത്തില്ല, അമ്മയ്ക്കറിയത്തില്ല, സഹോദരങ്ങൾക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്, എന്താ കാര്യമെന്നറിയാമോ? കർത്താവ് ഇടപെട്ട രീതി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പ്രശ്നം 10 വർഷമായി ഒരു തെറ്റായ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ഈ പെൺകുട്ടി അവർ ജർമ്മനിയിലാണ്. ഈ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല, ഈ ബന്ധത്തിൽ നിന്ന് മാറണം. അതിനുവേണ്ടി അവർ ആഗ്രഹിച്ചു വരുന്നത്. പറഞ്ഞ് നമ്മൾ ദേവാലയത്തിലേക്ക് കയറി ഈശോ പറഞ്ഞ സമയത്ത് ആ പയ്യൻ ജർമ്മനിയിൽ നിന്ന് വിളിച്ചിരിക്കുക, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. ആരെവിടപെട്ടു? അവൾക്കത് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. ഞാൻ പറഞ്ഞില്ല നീ ഇതിൽ നിന്ന് മാറണമെന്ന്. എനിക്ക് നിന്നെ വേണ്ട. ആ ജർമ്മനിയിൽ നിന്ന് ആ യുവാവ് പറയാണ്, അപ്പോൾ ഇവിടെ ഇത്രയും 10 വർഷം നമ്മൾ സംസാരിച്ചില്ലേ, ഇനി എങ്ങനെ നീ ഉപേക്ഷിക്കും? ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആരിടപെട്ടു? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ 100 പ്രശ്നവുമായിട്ടാണ്. മക്കളുടെ പ്രശ്നം, കുടുംബ പ്രശ്നം അല്ലേ, വിവാഹം നടക്കാത്ത പ്രശ്നം, കടബാധ്യത, അസ്വസ്ഥതകൾ, രോഗങ്ങൾ, തകർച്ചകൾ, പരീക്ഷാഭയം, തൊഴിലില്ലാത്ത മേഖല, കടബാധ്യത, എന്തല്ല പ്രശ്നങ്ങളായിട്ടാണ്. വസ്തുവകയുടെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളെക്കുറിച്ചുള്ള ജോലികൾ പ്രശ്നങ്ങൾ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് അസ്വസ്ഥതയുമായിക്കൊള്ളട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് തകർച്ചയുമായിക്കൊള്ളട്ടെ, കർത്താവിന് ഇടപെടാൻ സാധിക്കാത്ത ഒരു പ്രശ്നവുമായി ഇവിടെ ആരും ഇരിപ്പില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ മതിയായവനാണ് എൻ്റെ കർത്താവ്. എൻ്റെ എല്ലാ രോഗങ്ങളിലും സൗഖ്യം നൽകാൻ മതിയായവനാണ് എൻ്റെ കർത്താവ്. എൻ്റെ എല്ലാ മേഖലകളിലും, മക്കളുടെ മേഖലകളിലും, തൊഴിൽ മേഖലകളിലും, കുടുംബത്തിലും, കുടുംബ കടബാധ്യതയിലും എല്ലാം ഇടപെടാൻ മതിയായവനും ശക്തനും ആയവൻ ആണ് എൻ്റെ കർത്താവ്. ആ കർത്താവ് ഈശോയാണ്, ഉത്തിതനായ ഈശോയാണ് നിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് ആക്കിയിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ ഇപ്പോൾ കരമുയർത്തിക്കൂ. അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. കരമുയർത്തട്ടെ, സ്വരമുയർത്തട്ടെ, ഉച്ചത്തിൽ വിളിച്ച് ഈശോയേന്ന് വിളിച്ചോളുക. പോരാ, ശക്തിയോടെ വിളിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗപീഠകളിൽ നിന്ന് ഈശോയെ, അസ്വസ്ഥതകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, വിവാഹം നടക്കാത്ത മേഖലകളിൽ നിന്ന്, സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, കലഹ സ്വഭാവങ്ങളിൽ നിന്ന് ഈശോയെ, എല്ലാ തരത്തിലുമുള്ള അശുദ്ധിയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. തകർച്ചകളിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയെ. എല്ലാ തരത്തിലുമുള്ള അസ്വസ്ഥതകൾ ഞങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം, ഭവനമില്ലാത്തവർക്ക് ഭവനം ഈശോയെ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം, രോഗമേഖലകളിൽ ഈശോയെ വലിയ വിടുതൽ, സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ആത്മാവ് നിറയട്ടെ ഈശോയെ, ഈശോയെ, ഈശോയെ. ഉദ്ധനായ ഈശോയെ ഇവിടെ കടന്നു വരണമേ. അഗ്നിനാവായി, അഗ്നിദീപമായി ഈശോയെ കടന്നു വരണമേ. പ്രവാചകന്മാരിൽ ഇടപെട്ട ഈശോ, പ്രവാചകന്മാരിൽ ഇടപെട്ട ദൈവം, അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോവിൻ്റെ ദൈവം ഇവിടെ സന്ദർശിക്കട്ടെ. ഈ പ്രിയപ്പെട്ട മക്കളെ സന്ദർശിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗപീഠകൾ സൗഖ്യമാകട്ടെ ഈശോയെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർച്ചകൾ ഇട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സീനായി മലയിൽ ഇറങ്ങി വന്ന ദൈവം ഈശോയെ, ചെങ്കടലിനെ 2ആയി വിഭജിച്ച ദൈവം, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ച ദൈവം ഇവിടെ ഇറങ്ങി വരട്ടെ. സമാധാനം വ്യാപരിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ സംഭവിക്കട്ടെ. വലിയ 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 അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗപീഠകൾ ഈശോയെ സൗഖ്യമാകട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. പോരാ, പോരാ, സ്വരമുയർത്തി, സ്വരമുയർത്തി, ശക്തിയോടെ ഉച്ചസ്വരത്തിൽ എല്ലാവരും വിളിക്കട്ടെ. ഉച്ചസ്വരത്തിൽ സ്വരമുയർത്തി യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. ഹല്ലേലൂയ. അനേക മക്കളിലേക്ക് ഈശോയുടെ അത്ഭുതങ്ങൾ, ഈശോയുടെ അത്ഭുതങ്ങൾ ഈശോ നൽകുകയാണ്. സൗഖ്യങ്ങൾ നൽകുകയാണ്, വിടുതൽ നൽകുകയാണ്. യേശുവേ, ഭക്ഷണം പോലും കഴിക്കാൻ ആഗ്രഹിക്കാനില്ലാത്ത മക്കളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. തീരെ മെലിഞ്ഞ് ഭക്ഷണത്തോട് ഒരു ദാഹമില്ലാത്ത വ്യക്തികളെ പോലും ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. വിവാഹം നടക്കാത്ത ദമ്പതികളിലേക്ക്, ഈശോയെ വ്യക്തികളിലേക്ക് ഈശോയെ അവിടുത്തെ അനുഗ്രഹം നടക്കുകയാണ്. അനുഗ്രഹം ഒഴുകുന്ന സമയമാണിത്. മക്കളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. കലഹം, വഴക്ക്, അസ്വസ്ഥതകളുള്ള കുടുംബങ്ങളെ ഈശോ സന്ദർശിക്കുകയാണ്. മരണാസന്നരായി കിടക്കുന്ന വ്യക്തികൾക്ക് ഈശോ നല്ല ആശ്വാസം കൊടുക്കുന്ന സമയമാണിത്. പലതരത്തിലുള്ള ശിരസ് മുതൽ ഉള്ളംകാല് വരെ രോഗവുമായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഇപ്പോൾ ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്ഹാക്കിന് മനസ്സിലായില്ല. അബീമേലെക്ക് വന്ന് പറഞ്ഞെന്താ? നിന്നിൽ കർത്താവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്നിൽ കർത്താവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളെ ഉപദ്രവിച്ചേക്കരുത്. അതുകൊണ്ട് നമുക്കൊരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഒരു ദേശത്തൊരു ഒരു ഭവനത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്ന എന്തിനാ? ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഈ സഹോദരങ്ങളിൽ ഈശോ ഉണ്ട്. ഉത്തിതനായ ഈശോ ഉണ്ട്. അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോവിൻ്റെ ദൈവം ഉണ്ട് എന്ന് അയൽവക്കക്കാരറിയണം, ലോകം അറിയണം, എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അറിയണം. ഈ ശണ്ട കൂടി വന്ന അബീമേലെക്ക് പറയാണ്, നിന്നിൽ ശക്തനായ ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടൊരു സമാധാന ഉടമ്പടി നമുക്കുണ്ടാക്കാം. ഞങ്ങളെ ഉപദ്രവിച്ചേക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എൻ്റെ ദൗത്യം എന്താ? നമ്മൾ ഇന്ന് കേട്ട ഈ വചനം അനേകരോട് പങ്കുവെക്കണം. മക്കളോട് ഫോൺ വിളിച്ച് പറയണം, സ്നേഹിതരോട് പറയണം. ഞാൻ കേൾക്കുന്ന വചനം മുഴുവൻ എനിക്ക് സ്വരുക്കൂട്ടാനുള്ളതല്ല. അതെൻ്റെ ജീവിത സാക്ഷ്യമായിട്ട് അനേകരോട് വിളിച്ച് പറയണം. എനിക്കൊരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് അബീമേലെക്ക് പറഞ്ഞത്, നിന്നിൽ ശക്തനായ ദൈവമുണ്ട്. ഇത് ഞാൻ വെളിപ്പെടുത്താനാണ് ഒരായുഷ്കാലം എനിക്ക് ദൈവം ഈ ലോകത്ത് തന്നിരിക്കുന്നത്. നമ്മുടെ ആയുസിൻ്റെ പകുതി മുക്കാലും കഴിഞ്ഞു പോയില്ലേ? എത്ര വ്യക്തികളെ ഞാൻ മാനസാന്തരപ്പെട്ടി, എത്ര വ്യക്തികളോട് എൻ്റെ ജീവൻ്റെ വചനം എനിക്ക് പറയാൻ പറ്റി, എത്ര വ്യക്തികളോട് എനിക്ക് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈശോ ഇന്നും ജീവിക്കുന്നവൻ ഉത്തിതനാണ്. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതിയായവനാണ്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഭവനത്തിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്, ഇടവകയിലുണ്ട്. പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, ഈശോയിലേക്ക് നോക്കിയാൽ മതി. തകർച്ചകൾ കടന്നു വന്നാലും അവിടെ മധ്യത്തിൽ ഈശോയുണ്ട്. ഈശോ അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് എത്ര വ്യക്തികളോട് ഇത്രയും ആയുഷ്കാലത്തിനുള്ളിൽ എനിക്ക് പറയാൻ സാധിച്ചു. ഈ അബീമേലെക്ക് വന്ന് പറയാം, നിന്നിൽ ശക്തനായ ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ ദൗത്യം. ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. ഈ ശക്തനെ എൻ്റെ ഉള്ളിൽ സ്വീകരിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം. ഞാൻ വചനം വായിക്കുന്നു അതിനാണ്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അതിനാണ്. മക്കളെ നമ്മൾ തയ്യാറാക്കേണ്ടത് അതാണ്. മക്കളെ പറയണം, അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ ഉണ്ട്. അതല്ല, ദൈവം കർത്താവ് തന്നെ ഇസ്ഹാക്കിനോട് പറഞ്ഞെന്താ? നിന്റെ പിതാവായ അബ്രാഹത്തെ പ്രതി, എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്നെയും അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളിലൂടെയാണ് അനുഗ്രഹം. മാതാപിതാക്കളിലൂടെയാണ് അനുഗ്രഹം. അബ്രാഹാം ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു, അനുസരിച്ചു. ഈ അനുസരണവും വിശ്വസ്തതയുമാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. 3 യുവാക്കന്മാർ, നബൂഖദ്നേസർ രാജാവ് വലിയൊരു പ്രതിബിംബം, സ്വർണ്ണബിംബം ഉണ്ടാക്കി. എന്നിട്ട് രാജ്യത്ത് വിളംബരം ചെയ്തത് എന്താണ്? എല്ലാവരും, എൻ്റെ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർ വന്ന് ഈ പ്രതിബിംബത്തെ കുമ്പിട്ട് ആരാധിക്കണം. കൊമ്പ്, കുഴല്, വാദ്യം, ചെണ്ട എല്ലാം ഉണ്ട്. ഈ ദേവനെ കുമ്പിട്ട് ആരാധിക്കണം. അപ്പോൾ ഈ 3 യുവാക്കൾ, ശദ്രാക്ക്, മെഷാക്ക്, അബ്നഗോ, ഈ 3 യുവാക്കൾ പറയാണ്, നോ, ഞങ്ങളെ കിട്ടത്തില്ല. സത്യദൈവം എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കൂ. അപ്പോൾ പറഞ്ഞു, ഇവരെ കൊണ്ട് പിടിച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയോ. ഏത് അഗ്നികുണ്ഡത്തിലെറിഞ്ഞാലും ഞങ്ങളുടെ ദൈവം ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം. ആ 3 യുവാക്കൾ പറയാണ്, ഇനി ഞങ്ങളെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പോലും സത്യദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നും അത് ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ
കഴിഞ്ഞ തലമുറയ്ക്ക്, ഇപ്പോഴുള്ള തലമുറയ്ക്ക്, വരാനുള്ള തലമുറയ്ക്ക് വായിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അത് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു വിരലനക്കി ഈ ലോകത്ത് ഈശോയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ അത് സ്വർഗത്തിൽ പേരെഴുതിപ്പെടും. ഞാനൊരു ഈശോയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്ക് ഈശോയെ കൊടുത്താൽ അത് സ്വർഗം കാണും. അവിടെ സ്വർഗത്തിൽ പേരെഴുതി വെക്കും, ഇന്ന കുടുംബത്തിലെ ഇന്ന മത്തായി ചേട്ടൻ അവരുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കേട്ട് ശദ്രാക്ക്, മെശാക്ക്, അബ്ദനഗോ ഇവർ 3 പേരും ഏക സത്യമായ ദൈവമായ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കണ്ടപ്പോൾ ആ അബൂബക്കർ രാജാവ് പറഞ്ഞു, ആരെവിടെ ഇവിടെ സൈന്യനിരവാ, ഇവരെ പിടിച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ പറഞ്ഞു. ഇവരെ പിടിച്ച് അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞു. എറിഞ്ഞ ക്ഷണം ആ കൂടെ കൊണ്ടുപോയ മുഴുവൻ അഗ്നിയിൽ ദഹിച്ചു പോയി. ഇവർ നോക്കുമ്പോൾ 4മതൊരാൾ, കുറേ സമയം കഴിഞ്ഞപ്പോൾ 4മതൊരാൾ ദൈവദൂതൻ, ദൈവം കണ്ടുവരെ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നെ ഒരു ദൈവദൂതനെ ഈ അഗ്നികുണ്ഡത്തിലേക്ക് ഇറക്കി. ഈ ദൈവദൂതൻ എന്ത് ചെയ്തു? അവർ പടയാളികൾ 49 മുഴം അഗ്നി ആളി കത്തുന്നത് പോലെ വിറകിട്ടു. തീ ആളിക്കത്തുക. അപ്പോൾ ജ്വാല ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഈ ദൈവദൂതൻ ഇതിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ട് എന്ത് ചെയ്തു? ഈ ജ്വാല ഈ പൊള്ളലേക്ക് നീ തീ അങ്ങ് മാറ്റിയിട്ട് അവിടെ വെള്ളം നിറച്ചു. ഹല്ലേലൂയാ. തണുത്ത ജലം കൊണ്ട് നിറച്ചു. അതിൽ AC റൂം. അങ്ങനത്തെ AC റൂമിൽ നീ ഇരുന്നിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരും ഇരുന്നിട്ടില്ല. കാരണം അത് സ്വർഗത്തിന് ദൈവം ഇറക്കിക്കൊടുത്ത AC റൂമാണ്. ആ ചൂടെല്ലാം മാറ്റി. നമുക്ക് ഈ വർഷം 2024 നമ്മൾ എന്താണ് മാർച്ച്, ഏപ്രിൽ, മെയ്യിലൊക്കെ നമുക്ക് നല്ല ചൂടായിരുന്നു. അപ്പം നമ്മൾ പലതരത്തിലും എല്ലാവരും AC യിലിരുന്നു. പക്ഷെ ആ AC അല്ലിത്. ആ AC അല്ലിത്, സ്വർഗത്തിലെ AC-യാണ്. എന്നിട്ട് എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നബൂഖദ്നേസർ രാജാവ് നോക്കുക, ഈ ശദ്രാക്ക്, മെശാക്ക്, അബ്ദനഗോ ഇവർക്ക് 3 പേർക്ക് ഒരു പൊള്ളലില്ല. അവർ തുള്ളിച്ചാടുക. എങ്ങനെ തുള്ളിച്ചാടുന്നത്? അഗ്നിയേറ്റിട്ടല്ല, സ്വർഗത്തിൻ്റെ ദൈവം അവരുടെ വിശ്വാസം കണ്ടിട്ട് അവരെ അനുഗ്രഹിച്ചു. ദൈവത്തെ സ്തുതിക്കുക. അബ്രാഹത്തിൻ്റെ ദൈവത്തെ അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഈ 3 യുവാക്കൾക്ക് ദൈവം കൊടുത്ത ഇടം ഏതാ ഇടം? ദൈവം അനുഗ്രഹത്തിന് വേണ്ടി കൊടുത്ത ഇടം എന്ന് പറയുന്നത് ഈ അഗ്നികുണ്ഡം. പ്രിയപ്പെട്ട കാര്യങ്ങളെ, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ഒരു ഇടം തന്നിരിക്കുന്നു, ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹമുള്ളവരാകും, സമൃദ്ധിയുള്ളവരാകും. ഈ 3 യുവാക്കൾക്ക് ദൈവം കൊടുത്ത ഇടം എന്ന് പറയുന്നത് ഈ അഗ്നികുണ്ഡമാണ്. അവിടെ അവരെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം വാഗ്ദാനങ്ങളെ വിശ്വസനാണോ? ഇനി നന്മ മാത്രമല്ല നമുക്ക് തരുന്നത്, സഹനം തരും, രോഗങ്ങൾ തരും, തെറ്റിദ്ധാരണകൾ തരും. ഇന്ന് നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കും, ഇതെല്ലാം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയോണം, ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരിടമാണ്. ഇവിടെ ഞാൻ അനുഗ്രഹപൂർണ്ണമാക്കണം. ആ അഗ്നികുണ്ഡത്തിൽ അവർ അനുഗ്രഹപൂർണ്ണമാക്കിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് കിട്ടുന്ന സ്ഥലം അനുഗ്രഹപൂർണ്ണമാകണം. എന്തുമായിക്കൊള്ളട്ടെ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു അമ്മായിയമ്മയാകാം, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിത പങ്കാളിയാകാം, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അനുസരിക്കാത്ത മക്കളാകാം, മൊബൈൽ ഫോണുമായിട്ട് മുഴുവൻ സമയം മുകളിലത്തെ മുറിക്കകത്തിരിക്കുന്ന ഒരു മകനാകാം, ആയിക്കൊള്ളട്ടെ. പ്രിയപ്രസാരങ്ങളെ, അവിടെ നമ്മളൊരു ദൈവദൂതനെ ഇറക്കണം. അതാണ് എൻ്റെ ദൗത്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ ജീവിത പങ്കാളി, ഭർത്താവ്, ഭാര്യ, മക്കൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ദൈവദൂതനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കുമ്പോൾ അവിടം ദൈവം തന്നിരിക്കുന്ന ഇടമായിട്ട് മാറും. ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപ ചൊരിയും. അതിനുള്ള ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ എനിക്ക് നൽകിയിരിക്കുന്നത്. ആരും നമ്മൾ എന്താണ് മനസ്സിൽ നിരാശ വെക്കരുത്. നമ്മൾ പ്രത്യാശയുള്ളവരാണ്. എനിക്ക് ഏത് സ്ഥലമാണ് കർത്താവ് തരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ 3 യുവാക്കൾക്ക് കൊടുത്ത സ്ഥലം അവർ തിരിച്ചറിഞ്ഞു. പൊള്ളുന്ന അഗ്നിജ്വാല, അവിടെ അതിലേക്ക് ദൈവത്തെ വിളിച്ചു വരുത്തി. എൻ്റെ പലതരത്തിൽ പ്രശ്നമുള്ളവരാകാം, രോഗികളാകാം, പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാകാം, കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവരാകാം, അതിലൊക്കെ പ്രശ്നമുണ്ട്. ആ പ്രദേശത്തേക്ക് ഒരു ദൈവദൂതനെ വിളിച്ചു വരുത്ത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ ഈ രാജാവ് തന്നെ പറയുകയാണ്, 3 യുവാക്കളെ, നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. ഇത് തന്നെയല്ലേ അബീമേലെക്ക് വന്ന് പറഞ്ഞത്? ശക്തനായ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നീ അനുഗ്രഹീതനാണ്. ഈ 3 യുവാക്കളോടും വന്ന് പറയുന്നത് എന്താ?
നബൂഖദ്നേസർ രാജാവ്, നിങ്ങളുടെ ദൈവമാണ് ഏക കർത്താവ്, നിങ്ങളുടെ ദൈവമാണ് ശക്തനായ ദൈവം, നിങ്ങളുടെ ദൈവമാണ് അഗ്നികുണ്ഡത്തിൽ നിന്ന് പോലും മനുഷ്യരെ രക്ഷിക്കാൻ തയ്യാറുള്ള ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. അവരോട് ഇവരോട് മാത്രമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, എന്നോടും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുദിനം ഇതാ പറയുന്നത്. നമ്മുടെ ദൈവം അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്, ഉത്ഥാനം ചെയ്ത ദൈവമാണ്. എങ്ങനെയാണ് ഉത്ഥാനം ചെയ്ത്? പീഡ സഹിച്ച്, അല്ലേ, കുരിശിൽ മരിച്ച്, ഇഞ്ചഞ്ചായി മുറിവേറ്റ അവസാനത്തുള്ളി രക്തവും എനിക്ക് വേണ്ടി ചിന്തി, 28,430 തുള്ളി രക്തവും എനിക്ക് വേണ്ടി ചിന്തി. ഈശോയാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയാ. ആ ഈശോ ഇന്ന് എന്നോട് പറയുന്നത് എന്താ? എനിക്കൊരു ഇടം തന്നിട്ടുണ്ട്, ആ ഇടത്തിൽ ഞാനുണ്ട്. ആ ഇടത്തിലേക്ക് ഈശോയെ വിളിക്കണം, കുടുംബത്തിലേക്ക് ഈശോയെ വിളിക്കണം, പ്രശ്നത്തിലേക്ക് ഈശോയെ വിളിക്കണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ. എന്നിട്ട് നബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തു? വിളംബരം ചെയ്യുക, രാജ്യത്ത് ഇവരെ ആരും ഉപദ്രവിച്ചേക്കരുത്, ഇവരാണ് യഥാർത്ഥത്തിലുള്ളത്. ഇവരെ വിവിധ പ്രവശ്യകളിലേക്ക്, 3 പ്രവശ്യകളിലേക്ക് ഇവരെ രാജാവാക്കി മാറ്റുക, അധികാരം കൊടുക്കുക. കാരണം ദൈവത്തിൻ്റെ ദാസന്മാർക്കാണ് ഏത് കാലഘട്ടത്തിലും ഈ ലോകത്ത് ജീവിക്കാൻ അനുഗ്രഹം. നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പേര് വിളിച്ച് എന്നെ മാമോദിസ മുക്കിയതാ. ഞാൻ ദൈവത്തിൻ്റെ ദാസനും ദാസിയോ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? മാമോദിസ മുക്കിയ ഒരു ദൈവമകനെ, ദൈവമകളെ വിശുദ്ധർ എന്നാണ് വിളിക്കുന്ന. ഓരോ വിശുദ്ധരും അവിടെ ഇരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമ്മൾ ഈശോയെ വിളിച്ചു വരുത്തുന്ന വ്യക്തികളാണ്. എനിക്ക് തന്നിരിക്കുന്ന ഇടം അത് പരിശുദ്ധമാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത പാപത്തിൻ്റെ ഒരു വസ്തുവും കൊണ്ട് വെക്കരുത്. ഇഷ്ടംപോലെ ഉദാഹരണം, ഇതിനകത്ത് ഉദാഹരണം പറഞ്ഞു പോയാൽ വചനം വരത്തില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാത്തതാണ്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മകനിവിടെ വന്നു. അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുക. ഞാൻ പറഞ്ഞു, മോനെ അവിടെ നിൽക്കടാ, അത് നീ എങ്ങനെ ചെയ്യാൻ പോകുന്നത്? ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ വചനമൊന്നും പറയാൻ തുടങ്ങിയില്ല. നീ എങ്ങനെ ചെയ്യാൻ പോകുന്നത്? എത്രാം ക്ലാസ് പഠിക്കുന്നവനാണെന്നറിഞ്ഞോ? 4ാം ക്ലാസ്സുകാർ. നിങ്ങൾ വീട്ടിൽ ചെന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ചെയ്യാൻ പോകുന്നത്? സിസ്റ്റർ, ഇതേ നോക്ക്, എൻ്റെ പോക്കറ്റിൽ നിന്ന് 1 കുപ്പിച്ചില്ല, ഇത് എന്നെടുത്ത് വെച്ചു. ഞാൻ ഇങ്ങനെ വരുന്ന വഴി. എന്തിനാ ആത്മഹത്യ? എന്താ സംഭവം? ഞാൻ ഇന്ന് രാവിലെ ഒരു ഐസ്ക്രീം മേടിക്കാൻ ചോദിച്ചിട്ട് എൻ്റെ അപ്പനും അമ്മയും തന്നില്ല. എന്നാൽ ഞാൻ കാണിച്ചു തരാം. വെറും 20 രൂപ 10 രൂപ ഉള്ളൊരു ഐസ്ക്രീമിന് അതിനേക്കാൾ വില എനിക്കില്ലേ? കണ്ടോ, കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. മോനെ, ഐസ്ക്രീമോ? നീ എടാ, ഈശോയ്ക്ക് എന്തോരം വിലയുണ്ട്. ഞാൻ തരാം നിനക്കൊരു ഐസ്ക്രീം. ഞാൻ കൊണ്ട് പെട്ടെന്നൊരു ഐസ്ക്രീം എടുത്ത് അവന് കൊടുത്തു. നേരെ ഈശോയുടെ വിലയുള്ളത്. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ ഇത് കണ്ടിട്ടല്ലേ നിൻ്റെ പോക്കറ്റിൽ കിടന്ന ആ കുപ്പിച്ചില് കാണിച്ചു തന്നത്? ഈശോ കണ്ടിട്ടല്ലേ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ നീ ഇപ്പോൾ ജീവൻ കളയുമെന്ന് ഈശോ എന്നോട് പറഞ്ഞത്? അപ്പനും അമ്മയും വന്നിട്ടുണ്ട്, അവർക്കറിയത്തില്ല ഈ സംഭവം. അതുകൊണ്ട് പ്രിയപ്രസാരങ്ങളെ, നമ്മുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഈ ലോകത്തിലേക്ക് പോയി. കൊച്ചു കുട്ടികളുൾപ്പെടെ ഈ മൊബൈൽ ഫോൺ അത് നല്ലതാണ്. പോൾ 6 മാർപ്പാപ്പ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോക സുവിശേഷവൽക്കരണം നടത്തണം മാധ്യമങ്ങളിലൂടെ. പക്ഷേ ഈ മാധ്യമങ്ങൾ നമ്മളിന്ന് എന്താക്കി മാറ്റി? പാപത്തിൻ്റെ വേദിയാക്കി മാറ്റിയിരിക്കുക, പാപത്തിൻ്റെ ഉപകരണമാക്കി മാറ്റിയിരിക്കുക. എല്ലാ വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇതിരുന്ന് കരയും, സ്വരം വെക്കും. അപ്പോൾ നമ്മൾ ഓടിപ്പോയി എടുക്കും. ഇന്ന് കൈയുടെ സെൻസേഷൻ പോലും നഷ്ടപ്പെട്ടു. എല്ലായിടത്തും നെഗറ്റീവ് സ്പിരിറ്റ്. അതിന് അതേസമയം അതിനകത്ത് എത്രയോ വചന ശുശ്രൂഷകളുണ്ട്, എത്രയോ ലോക സുവിശേഷവൽക്കരണത്തിലുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അത് നമ്മൾ എടുക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്രസാരങ്ങളെ, നമുക്ക് തന്നിരിക്കുന്ന ഇടം അത് കർത്താവ് തന്നതാണ്. അവിടെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. അതുകൊണ്ടല്ലേ അർദ്ധരാത്രിയിൽ സീലാസും പൗലോസും ജയിലറയിൽ കിടക്കുക. ഒരടിമ, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു അടിമ പെൺകുട്ടി അവർ ഭാവി പ്രവചനം പറയും. അതാണ് അവിടുത്തെ ആൾക്കാരുടെ ധനസമ്പാദനം. ഈ പെൺകുട്ടി ഭാവി പ്രവചിക്കുമ്പോൾ ഇവർക്ക് ധനം കിട്ടും, മറ്റുള്ളവർ ഇഷ്ടം പോലെ കൊണ്ടേ കൊടുക്കും. ഇത് പൗലോസിന് അരിശം വന്ന് ഇത് കേട്ടിട്ട് അവരിലുള്ള പൈശാചിക തിന്മയെ ഈശോയുടെ നാമത്തിൽ മാറ്റി നിർത്തി, വിട്ടുപോകാൻ പറയും. വിട്ടുപോയി. അവരുടെ ഈ കൊച്ചുവിൻ്റെ ഭാവി പ്രവചിക്കാൻ പിന്നെ തയ്യാറാവുന്നില്ല. കാരണം പിശാച പ്രവചിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്ത് ചെയ്തു? യഹൂദ പ്രമാണികളെല്ലാം, സ്വേച്ഛാധിപതികൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു? പൗലോസിനെ സീലാസിനെ പിടിച്ച് ജയിലറയിൽ ഇട്ടു. അപ്പോൾ പൗലോസ് എന്താ പറയുന്നത്? എൻ്റെ സ്ഥലം ഇതാണ്, അല്ലേ? എൻ്റെ സ്ഥലം ഇതാ. പൗലോസിന് സീലാസിന് ഈശോ കൊടുത്ത ഇടമേതാ? ജയിലറ, കാരാഗ്രഹം. അവരവിടെ കിടന്ന് കരഞ്ഞോ? നിലവിളിച്ചു. എന്താ നിലവിളിച്ചത്? അവരുടെ അധരങ്ങളിൽ നിന്ന് വന്ന നിലവിളി എന്താ? ഈശോയെ, കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. അവർ ഉച്ചത്തിൽ വിശ്വസിച്ചു, ഉച്ചത്തിൽ ദൈവവിളിച്ച് രാത്രി മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു. അർദ്ധരാത്രി സമയമായപ്പോൾ ഭൂകമ്പം, ഭൂമി കുലുങ്ങി, ജയിലറ പിളർന്നു, കയ്യിൽ ചങ്ങല കെട്ടിയിരുന്ന ചങ്ങലയെല്ലാം പൊട്ടി, എല്ലാ ചങ്ങലകളും
എല്ലാം വിട്ടുമാറി ജയിൽ തുറന്നു. ജയിൽ പുള്ളിയെ പുറത്ത്, സീലാസും പൗലോസും പുറത്ത്, അന്ധകാരം. അവർ ജയിൽ അധികാരി, അതായത് ഒരു കാവൽക്കാരനെ നിർത്തിയിരുന്നു. അവൻ ദൈവമേ, മറ്റുള്ളവർ ചോദ്യം ചെയ്യല്ലേ, അധികാരികൾ ചോദ്യം ചെയ്യും. ഇവരെല്ലാം രക്ഷപ്പെട്ടു, എന്ത് ചെയ്യും? അവൻ മരിക്കാൻ സാഹസത്തിന് ഒരുങ്ങി. അപ്പോൾ പൗലോസ് പറഞ്ഞു, സാഹസമൊന്നും കാണിക്കണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൗലോസിൻ്റെ മുമ്പിൽ ഇവർ വന്ന്, ഈ മനുഷ്യൻ വന്ന് ചോദിച്ചതെന്താ? ഈ ജയിലിൽ കിടന്ന മനുഷ്യരെല്ലാം ചോദിച്ചതെന്താ? യജമാനനെ, ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഒരൊറ്റ കാര്യം പറഞ്ഞു, എന്താ? ഈശോയിൽ, കർത്താവായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും എന്ത് സംഭവിക്കും? രക്ഷപ്പെടാം. ഇതാണ് നമ്മുടെ ദൗത്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് എവിടെ കിടന്നാ പൗലോസ് പറഞ്ഞത്, സീലാസ് പറഞ്ഞത്? അർദ്ധരാത്രി ജയിലറയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്ര തരത്തിലുള്ള അർദ്ധരാത്രികൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ. നമ്മുടെ അർദ്ധരാത്രിയാണെങ്കിൽ അവിടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? എനിക്ക് ഉത്തരം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? രോഗത്തിന് സൗഖ്യമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ദൈവത്തെ സ്തുതിക്ക്. എൻ്റെ അന്ധകാരത്തിൻ്റെ കെട്ടുകൾ, പാപത്തിൻ്റെ കെട്ടുകൾ, തിന്മയുടെ പൈശാചിക സ്വാധീനത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകും. ഏതെല്ലാം തരത്തിലുള്ള കൂടോത്രം, മന്ത്രവാദ, ആഭിചാര പ്രവൃത്തികൾ, എതിർപൂച്ചകൾ, ശക്തികൾ കെട്ടിയിട്ട് വന്നാലും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും. ഉച്ചത്തിൽ പറഞ്ഞ് അവസാന വാക്യം, ആരെന്നെ രക്ഷ പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എപ്പോൾ? എപ്പോൾ? ഏത് സമയത്ത്? ആ സമയം ഏതാ? ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കും. ഒരൊറ്റ കാര്യം, എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വലതുകരം ഉയർത്തി പറ, ഈശോയേ, കർത്താവായ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, ഞാനും എൻ്റെ മക്കളും രക്ഷ പ്രാപിക്കുന്നു, ഞാനും എൻ്റെ അയൽവക്കക്കാരും രക്ഷ പ്രാപിക്കുന്നു. കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് ഉത്തിതനാണ്, അവിടുന്ന് ശക്തനാണ്, കർത്താവ് വിമോചകനാണ്, കർത്താവ് എൻ്റെ ഗുരുവാണ്, കർത്താവ് എൻ്റെ നാഥനാണ്, അവിടുന്ന് എൻ്റെ ജീവനാണ്, അവിടുന്ന് എൻ്റെ അഗ്നിയാണ്, അവിടുന്ന് എൻ്റെ കോട്ടയാണ്, അവിടുന്ന് എൻ്റെ സംരക്ഷകനാണ്, അവിടുന്ന് എൻ്റെ ദൈവമാണ്, അവിടുന്ന് എൻ്റെ ശക്തനാണ്, അവിടുന്ന് എൻ്റെ പരിചയമാണ്, അവിടുന്ന് എൻ്റെ ഗുരുവാണ്, അവിടുന്ന് എൻ്റെ നായകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, കർത്താവിൻ്റെ കൃപയിൽ ദേശത്ത് നിറയട്ടെ. ഈ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. വലിയ വിടുതൽ, വലിയ സൗഖ്യം, വലിയ അനുഗ്രഹങ്ങൾ ഈശോയെ ഒഴുകണമേ, ഒഴുകണമേ, നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ. കർത്താവ് യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങൾക്കൊരു ഇടം നൽകിയിരിക്കുന്നു. ആ ഇടത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. കെട്ടുകൾ പൊട്ടിക്കണമേ, കെട്ടുകൾ പൊട്ടിക്കണമേ. അന്ധകാര ശക്തികളുടെ, തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ തരത്തിലുള്ള ആധിപത്യ സ്വഭാവങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവേ, നുണയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കലക സ്വഭാവത്തിൻ്റെ, വാശിയുടെ, വൈരാഗ്യത്തിൻ്റെ അന്ധകാര ശക്തികൾ യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പൈശാചിക മേഖലയിൽ നിന്ന് വലിയ വിടുതൽ, മോചനം ഞങ്ങൾക്ക് നൽകട്ടെ. രോഗപീഠകൾ ശരീരത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് വിട്ടുമാറുന്നു. കലക സ്വഭാവങ്ങൾ ഈശോയെ വിട്ടുമാറട്ടെ. കടബാധ്യതകൾ ഈശോയെ ഇപ്പോൾ തന്നെ ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ദേശത്തു നിന്നും, ഭവനത്തിൽ നിന്നും വിട്ടുമാറട്ടെ. ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം ഞങ്ങളുടെ മധ്യേ ഉണ്ട്. ഉത്തിതനായ ഈശോ ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഈശോ വാഴട്ടെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഈശോ വാഴട്ടെ. മക്കളുടെ അന്ധകാര ശക്തികളെ യേശു നാമത്തിൽ ഏറ്റെടുക്കണമേ. മാനസിക രോഗികൾ ഈശോയെ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ, വിവാഹ തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠന മേഖലകളിലെ ബുദ്ധിമുട്ടുകൾ ഈശോയെ ഏറ്റെടുക്കണമേ. തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ക്യാൻസർ രോഗികൾ
രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ ഗോയിറ്റർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. നടു സംബന്ധമായ രോഗപീഠയുള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിൽ അലർജി രോഗമുള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികൾ വീണ്ടും ഈശോ സൗഖ്യം നൽകുന്നു. ഈശോയെ ഉദര സംബന്ധമായ രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കട്ടെ. നട്ടെല്ല് സംബന്ധമായ രോഗപീഠയുള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ. അതരത്തിൽ ഈശോയെ വലിയ സ്തുതിപ്പിന്റെ കൃപ നിറയട്ടെ. സ്തുതിപ്പിന്റെ കൃപ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദേശം വിശദീകരിക്കപ്പെടട്ടെ. എല്ലാ മക്കളെയും അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ മക്കളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയെ ജീവിത പ്രശ്നവുമായി കടന്നു വന്ന എല്ലാ മക്കളും അനുഗ്രഹം പ്രാപിക്കട്ടെ. ദേശത്തെ വിശദീകരിക്കണമേ. ദേശത്തെ വിശദീകരിക്കണമേ. കുടുംബങ്ങളെ വിശദീകരിക്കണമേ. മക്കളെ വിശദീകരിക്കണമേ. പാപശക്തികൾ, അന്ധകാര ശക്തികൾ ഈശോയുടെ നാമത്തിൽ ഈശോയെ ഏറ്റെടുക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ. തൊഴിൽ തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ ഈശോയെ ഏറ്റെടുക്കണമേ. പഠിക്കുന്ന കുട്ടികളെ അനുഗ്രഹിക്കണമേ. ഈശോയെ കുടുംബത്തിൻ്റെ ഇഴജന്തുക്കളെ ശല്യങ്ങൾ ഈശോയെ ഏറ്റെടുക്കണമേ. പാപശക്തികൾ ഈശോയെ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ വിടുതൽ നൽകണമേ. പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. അനുഗ്രഹത്തിൻ്റെ വലിയ വാതിൽ ഞങ്ങൾക്ക് തുറക്കണമേ. കർത്താവ് നൽകിയിരിക്കുന്ന ഇടം ഈശോയെ ഞങ്ങൾ അനുഗ്രഹപൂർണ്ണമാക്കട്ടെ. എൻ്റെ ഭവനം കർത്താവിൻ്റെ ഭവനമാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയിൽ വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾ നൽകട്ടെ. തിരുസഭയെ സ്നേഹിക്കുവാൻ, ഇടവകയെ സ്നേഹിക്കുവാൻ, കൂതാശകളോട് ഈശോയെ സ്നേഹമുണ്ടാകുവാൻ, അതുപോലെ ബഹുമാനമുണ്ടാകുവാൻ ഈശോയെ കൃപ നൽകണമേ. ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളുടെയും കെട്ടുപൊട്ടിക്കണമേ. പൈശാചിക സ്വാധീനങ്ങളുടെ കെട്ടുപൊട്ടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവശക്തി നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന വഴികൾ, വാഹനങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള വസ്തുക്കൾ വിശദീകരിക്കപ്പെടട്ടെ. ഈശോയെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നല്ല ഞങ്ങൾക്കൊരു വിടുതലും മോചനവും നൽകണമേ. യേശുവേ ആരാധന, ആരാധന. ഭക്ഷണത്തോട് മടുപ്പ് ഈശോയെ, വിവാഹത്തിൽ ഇഷ്ടമില്ലാത്തവർ, മക്കളെ വേണ്ടാന്ന് വെക്കുന്നവർ, മക്കളെ സ്നേഹിക്കാൻ സാധിക്കാത്തവർ, അവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എഴുന്നേറ്റ് നിൽക്കാം. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, യേശുനാഥ സ്നേഹനാഥ. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ. നിന്നിലെല്ലാവൻ ജീവനും സ്നേഹവുമേ, സ്നേഹവുമേ, യേശുനാഥ സ്നേഹനാഥ, യേശുനാഥ സ്നേഹനാഥ. കരമുയർത്തി മനമുയർത്തി ഈശോയെ നോക്കി ഒറ്റ വിളി വിളിക്കട്ടെ. യേശുവേ ഇരുകൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി
നമ്മുടെ ഇടയിൽ, നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന നമ്മുടെ ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകളെയും ഉയർത്താം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈശോയുടെ സന്നിധിയിൽ നമ്മളിപ്പോൾ ആയിരിക്കുകയാണ്. ഇരുകൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇരു കണ്ണുകളും അവിടുത്തെ നോക്കി നമ്മുടെ ജീവിതത്തിലെല്ലാം ബുദ്ധിമുട്ടുകളും അവിടുത്തെ ഈ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നമ്മളെ അലട്ടുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നമാകാം, പലവിധമായ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ട്, കുടുംബത്തിലെ ചില വിഷമതകൾ, നമ്മുടെ വ്യക്തിപരമായ ചില വിഷമതകൾ, ഇതെല്ലാം നമ്മളെ അലട്ടുന്നുണ്ട്. ഇരുകൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അവിടുത്തെ സന്നിധിയിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിലെല്ലാം ബുദ്ധിമുട്ടുകളും ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാണ് എൻ്റെ ബുദ്ധിമുട്ട്, എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഇതൊക്കെയാണ് കർത്താവേ. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ വിഷമതകൾ, എൻ്റെ അസ്വസ്ഥതകൾ വല്ലാതെ എന്നെ പ്രാർത്ഥനയിൽ നിന്ന് എന്നെ പുറകോട്ട് വലിക്കുന്നുണ്ട് കർത്താവേ. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകളാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്, എൻ്റെ രോഗങ്ങളാണ്, എൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് കർത്താവേ. ഈ നിമിഷം ഇരുകൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതൊക്കെയാണ് എന്നെ ജീവിതത്തിലെ അലട്ടുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവേ. കർത്താവേ, അങ്ങേക്കറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവേ. നിനക്കറിയാം എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന എന്തൊക്കെയാണെന്ന് കർത്താവേ നിനക്ക് വ്യക്തമായി അറിയാം കർത്താവേ. ഈ നിമിഷം കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷമതകളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. കർത്താവേ, നീ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ആശ്രയം. നിനക്ക് മാത്രമേ എന്നെ വ്യക്തിപരമായി അറിയുകയുള്ളൂ. ആർക്കും എന്നെ അറിയത്തില്ല കർത്താവേ. എൻ്റെ ഹൃദയത്തിലൂടെ എന്തൊക്കെയാ കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിലെ വിഷമതകൾ ആർക്കും അറിയത്തില്ല കർത്താവേ. ആരോടും ഞാൻ പങ്കുവച്ചിട്ടില്ല കർത്താവേ. പക്ഷേ അങ്ങേക്കറിയാം കർത്താവേ. ഇരുകൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നമ്മുടെ എല്ലാ വിഷമതകളും ഈ നിമിഷം കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കട്ടെ. കർത്താവ്, ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്, നിനക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ വിഷമതകൾ, പ്രയാസങ്ങൾ. കർത്താവേ, ഞാൻ പൂർണ്ണമായി എൻ്റെ വേദനകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുകൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മുടെ വേദനകളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, നമ്മുടെ പാപത്തിൻ്റെതായ അസ്വസ്ഥതകൾ, കുറ്റബോധത്തോടെ നമ്മൾ ജീവിക്കുകയാണ് കർത്താവേ. എല്ലാം അങ്ങേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണ്ണമായ പിക്കുന്നു കാഴ്ചയായി കർത്താവേ, എൻ്റെ വേദനകളെ ഏറ്റെടുക്കണമേ, എൻ്റെ രോഗങ്ങളെ ഏറ്റെടുക്കണമേ, എൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ ഏറ്റെടുക്കണമേ.
എന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അങ്ങയ്ക്ക് മാത്രം എന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ കുറവുകളെ അങ്ങയ്ക്കറിയാം, എൻ്റെ വീഴ്ചകളെ അങ്ങയ്ക്കറിയാം. ഞാൻ ഇതൊക്കെ മാനസികമായ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നുവെന്ന് അങ്ങയ്ക്ക് വ്യക്തമായി അറിയാം. വ്യക്തമായി അറിയുന്ന അങ്ങയ്ക്ക് മാത്രമേ എനിക്ക് സൗഖ്യം നൽകുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവേ, സൗഖ്യദായകനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ കുറവുകളുള്ള വ്യക്തിയാണ് കർത്താവേ ഞാൻ. ഒത്തിരിയേറെ വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് ഒരേ ഒരു കാര്യമേ നിൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതുള്ളൂ. അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് മാത്രമാണ്. ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ എല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വന്നുപോയ വീഴ്ചകളൊന്നും കർത്താവ് നോക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ വീണുപോയ അവസരങ്ങൾ തമ്പുരാൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുക. കുറ്റബോധത്തോടെ ജീവിക്കാനല്ല കർത്താവ് നമ്മളോട് പറയുക, പാപബോധത്തോടു കൂടി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പോരായ്മകളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് തമ്പുരാനോട് നമുക്ക് പറയാൻ സാധിക്കട്ടെ, ഈശോയെ, ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നു കർത്താവേ. എനിക്ക് ബലഹീനതകളുണ്ട്, എൻ്റെ കുറവുകളുണ്ട് കർത്താവേ. എൻ്റെ ജീവിതത്തിലെ തിന്മകളെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു കർത്താവേ. എന്നെ മനസ്സിലാക്കുന്ന നല്ല ദൈവമേ, എന്നെ സ്വീകരിക്കണമേ. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ച് കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ഈ നിമിഷം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ നല്ല മാതാപിതാക്കളാണ്. നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ, ദൈവാലയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ നമ്മുടെ നല്ല മാതാപിതാക്കൾ, പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിച്ച മാതാപിതാക്കളാണ്. എത്ര കരുതലോടെയാണ് നമ്മളെ വളർത്തിയത്. ഈ നിമിഷം നമ്മുടെ മാതാപിതാക്കളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, ഇവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം തമ്പുരാനോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കട്ടെ. കർത്താവേ, നന്ദി. പലപ്പോഴും നന്ദി പറയാത്തവരാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്തതിനെക്കുറിച്ച് പരിഭവങ്ങളാണ് ഞങ്ങൾ പറയാറുള്ളത്. കർത്താവേ, ഈ നിമിഷം നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം നൽകിയ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതുപോരാ, നാളിതുപോരാ, ആയുസ്സുമിതുപോരാ. ദൈവം നൽകിയ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതുപോരാ, നാവിതുപോരാ, ആയുസ്സുമിതുപോരാ.
ഇതുപോരാ. നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓരോ പുരോഹിതനും അഭിഷിക്തനാകുന്നത് ജനത്തിന് വേണ്ടിയാണ്. ഈശോയുടെ സ്ഥാനത്ത് നിന്ന് ജനങ്ങളെ, ദൈവജനത്തെ ആശീർവദിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരായി ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികൻ്റെ പക്കൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുകയാണ്. വൈദികനല്ല നൽകുന്നത്, ഈശോയാണ്. നമുക്കെല്ലാവർക്കും ആശീർവാദം കിട്ടുന്നത് നമ്മളൊരു ആശീർവാദമായി മറ്റുള്ളവർക്ക് വേണ്ടി മാറാനാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിന് ഒരു ആശീർവാദമായി മാറണം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മളുടെ അയൽവാസികൾക്ക്, നമ്മുടെ കൂട്ടുകാർക്കെല്ലാം അനുഗ്രഹമായി മാറാനാണ് ഇപ്പോൾ ഈശോയുടെ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുക. ആ ഒരു ബോധ്യത്തോടുകൂടി മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ഈശോയുടെ ആശീർവാദം, അനുഗ്രഹം സ്വീകരിക്കാൻ ഇടയാട്ടെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഓരോ മക്കളും കഴിഞ്ഞ് ചങ്കുപൊട്ടി വിളിക്കട്ടെ, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിലവിളികൾ ഉയരട്ടെ, നിലവിളികൾ ഉയരട്ടെ. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നിലവിളികൾ ഉയർത്തട്ടെ. താവേ കരുണയൊഴുകണമേ, ദേശത്തിൻ്റെ മേ കരുണയൊഴുകണമേ, മാനവകുലത്തിൻ്റെ മേ നിന്റെ കരുണയൊഴുകണമേ. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവ്, ഈ ആരാധനയിൽ എഴുന്നള്ളിയിരിക്കുന്ന സത്യമായി ജീവിക്കുന്ന കർത്താവ്, നിന്റെ അനുഗ്രഹം ലോകം മുഴുവനുള്ള മക്കളേക്ക് ഒഴുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തട്ടെ, കരങ്ങൾ ഉയർത്തി നിലവിളിക്കട്ടെ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രപഞ്ച ശക്തികളുടെ മേൽ ആധിപത്യമുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാനവകുലത്തെ മുഴുവൻ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിലവിളിക്കുന്നു. ഞങ്ങളുടെ അപരാധങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി മാനവകുലത്തിന് വേണ്ടി ഞങ്ങൾ നിലവിളിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് വന്നുപോയ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപ അപരാധങ്ങളും നിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് കരുണയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിലവിളികൾ ഉയരട്ടെ. യേശുവേ, നിലവിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിലാപത്തോട് കടനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ചാക്കൊടുത്ത് അനുദപിച്ച് മനസ്തപിച്ചപ്പോൾ നിന്റെ കരുണയൊഴുക്കിയതുപോലെ ദൈവമേ, ദേശത്തിൻ്റെ മേൽ കരുണയൊഴുക്കണമേ, ഞങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ മേൽ കരുണയൊഴുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കരുണയൊഴുക്കണമേ. അനുതാപത്തിൻ്റെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അനുദപിക്കാനുള്ള കൃപ താവേ, കൃപ തരണമേ, കൃപ തരണമേ. അനുദപിക്കാൻ കൃപ തരണമേ. സമയം സമാഗതമായി മക്കളെ. ഇതാ യേശു മണവാളൻ എഴുന്നള്ളാൻ സമയമായി. രണ്ടാം വരവിനായി നമ്മൾ ഒരുങ്ങട്ടെ. ഹൃദയങ്ങൾ തുറക്കട്ടെ. രണ്ടാം വരവിനായി ഒരുങ്ങാനുള്ള സമയമായി. കർത്താവിതാ ആഗതനാകുന്ന സമയമാണ്. അവനിതാ വാനരൂപത്തിൽ, വാനമേഘങ്ങളുടെ അഹപടിയോടെ താവ് എഴുന്നള്ളാൻ പോകുകയാണ്. യേശു മണവാളൻ എഴുന്നള്ളുമ്പോൾ താവേ, നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളിതാ ഒരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഇതാ വലിയ സ്നേഹത്തോടെ അവനെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. യേശു മണവാളൻ രണ്ടാം വരവിൽ എഴുന്നള്ളുമ്പോൾ ഈശോയെ ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കടനീരോടെ നിലവിളിക്കുന്ന കർത്താവേ, നിന്റെ സന്നിധി ഹൃദയം നുറങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ താവേ. ഞങ്ങൾ നിലവിളിക്കുന്നു ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിലവിളികൾ ഉയരട്ടെ ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുതാപത്തോടെ, വലിയ സ്നേഹത്തോടെ, ആ വലിയ സന്തോഷം ഉണ്ടാകട്ടെ. യേശു മണവാളനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഒരുക്കാം. താവിൻ്റെ രണ്ടാം വരവനായി നമുക്ക് ഒരുങ്ങാം. അനുതപിക്കാം. അനുതാപമുള്ള
വലിയ സ്നേഹം ഉണ്ടാകട്ടെ, വലിയ ദാഹം നമ്മളിൽ ഉണ്ടാകട്ടെ, വലിയ ആനന്ദം ഉണ്ടാകട്ടെ. ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ സമയമായി. രണ്ടാം വരവിൻ്റെ ആ ഒരുക്ക ആനന്ദം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവർ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കണ്ണുകളടച്ചൊരു നിമിഷം മൗനമായിട്ട് അകാല മരണത്തിൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മരിച്ചു പോയവരാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈശോയെ, ഈ സമയം ഞങ്ങളെല്ലാവരും ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ തലമുറകളെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ മാതൃപ്രദേശ കുടുംബശാഖകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഏറ്റുചൊല്ലി ഈ ഒരു പ്രാർത്ഥന ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ മക്കളും ഉറക്കെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതൃപിതൃ കുടുംബശാഖകളിൽ നിന്ന്, എൻ്റെ മാതൃപിതൃ കുടുംബശാഖകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളുടെ ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും വേദനയും നിലവിളിയും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന യേശുവിൻ്റെ നിലവിളിയോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ മുറിവേറ്റ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് അകാല മരണത്തിൽ വേർപെട്ടു പോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് വരെ നമ്മുടെ മാതൃപിതൃശാഖ കുടുംബങ്ങൾ ശാഖകളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വയനാടൻ ദേശത്ത് നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മളിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദിനമാണിന്ന്. ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തട്ടെ. ദിവികാരനാഥൻ്റെ സന്നിധിയിലേക്ക് ചങ്കുപൊട്ടി ഹൃദയം തുറങ്ങി വിളിച്ചേ, യേശുവേ വിളിക്കട്ടെ. കരുണ തോന്നണമേ, ആത്മാക്കളുടെ മേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ നിലവിളികൾ ഉയരട്ടെ. ആ മക്കളുടെ മേൽ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് നിലവിളിക്കാം. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ഒഴുകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിന്ന് സ്വാഭാവിക മരണത്താൽ, അജ്ഞാത മരണത്താൽ, അകാല മരണത്താൽ, അപകട മരണത്താൽ, കൊലപാതകങ്ങളാൽ, ആത്മഹത്യ, ഭ്രൂണഹത്യ, ഭ്രൂണനാശം എന്നിവയിലൂടെ ശരീരം വെടിഞ്ഞ ആത്മാക്കളെ കർത്താവേ നിന്റെ പാപപരിഹാര ബലിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഇപ്പോൾ അർപ്പിക്കുന്ന വിശുദ്ധ അൾത്താരകളിലേക്ക് ചേർത്ത് വെച്ച് കർത്താവെ ഞങ്ങൾ നിലവിളിക്കുന്നു. കരുണ തോന്നണമേന്ന് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കട്ടെ. പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ മേ കരുണ തോന്നണമേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു.
കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ച് എല്ലാ മക്കളും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ ആത്മാക്കളെ, കരുണ തോന്നണേ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോന്നണേ ആത്മാക്കളെ, കരുണ തോന്നണേ. നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അങ്ങേക്കെതിരെ കഠിനമായ തെറ്റ് ഞാൻ ചെയ്തു. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. ഈ തിരുവചനങ്ങളാൽ ഞങ്ങളുടെ പൂർവികരുടെ പാപങ്ങൾക്ക് ഈശോയെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സ്വാഭാവിക മരണത്താൽ വേർപെട്ടു പോയവരുണ്ടാകാം, അജ്ഞാത മരണത്താൽ വേർപെട്ടു പോയവരുണ്ടാകാം, അകാല മരണത്തിൽ അകപ്പെട്ട മക്കൾ, അപകട മരണത്തിൽപ്പെട്ടവർ, കൊലപാതകം, ആത്മഹത്യ, ഭ്രൂണഹത്യ, ഭ്രൂണനാശം എന്നിവയിലൂടെ ശരീരം വെടിഞ്ഞ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കളെയും ഈ സമയം ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ മക്കളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ കർത്താവേ കരുണയൊഴുക്കണമേ, നമുക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരുണ തോന്നാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കട്ടെ. രണ്ടാം വരവിനായി, നിൻ്റെ വരവിനായി ഞങ്ങൾ ഒരുങ്ങുവാൻ, നിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അശുദ്ധി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്ക് വിളിച്ചു പറയാം. ആ പരിശുദ്ധനായ സിംഹാസനത്തിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ നമ്മൾ നിൽക്കപ്പെടുമ്പോൾ ഈ സമയം തന്നെ കർത്താവിൻ്റെ പരിശുദ്ധി നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുക. കരങ്ങൾ രണ്ടും തുറന്ന് പിടിച്ചുകൊണ്ട്, സാധിക്കുന്നവർ രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട്, ദൈവമേ നീ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ദൈവമേ നീ ബലവാനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയാൻ പോവുകയാണ്. യേശുവേ നീ കർത്താവേ ഞങ്ങൾ നിലവിളിക്കുകയാണ്. നിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ ഞങ്ങൾ നിൽക്കപ്പെടുമ്പോൾ ഈ സമയം തന്നെ ഞങ്ങളുടെ അശുദ്ധികൾ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ പരിശുദ്ധി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ നിന്റെ പരിശുദ്ധിയുടെ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവ പരിശുദ്ധി വിളിച്ചു പറയാം, ഏറ്റുപറയട്ടെ മക്കളെ, പ്രാർത്ഥിക്കുന്നേ. ദൈവത്തിന്റെ പരിശുദ്ധി നമുക്ക് പ്രഖ്യാപിക്കാം. ഓ കർത്താവേ ഞങ്ങള് നിന്റെ ബലവാനായ ശക്തി ഞങ്ങൾ ഏറ്റുപറയുക. പരിശുദ്ധനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നീ മരണമില്ലാത്തവനാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഓ ദൈവമേ ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു. ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തുന്ന സമയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധി നമ്മൾ ഏറ്റു പറയുമ്പോൾ അല്പം കൂടെ ഹൃദയത്തിൽ നിന്ന് അനുതാപത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ദൈവമേ നീ പരിശുദ്ധനാണെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഓ
ഓ കർത്താവേ, നിന്റെ പരിശുദ്ധി ഞങ്ങൾ ഏറ്റുപറയുന്നു. ബലവാനായ ദൈവത്തെ പാടിപ്പൊഴുത്തട്ടെ. ഓ കർത്താവേ, നിന്റെ കൃപയുടെ ഒഴുക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധിയുടെ നിറയട്ടെ. മരണമില്ലാത്ത ദൈവത്തിന് നന്ദി പറയട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ ഏറ്റു പ്രഖ്യാപിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, കർത്താവേ, ഇവിടെ വലിയൊരു അനുതാപത്തിൻ്റെ കൃപ നമുക്ക് ചോദിക്കാം. സാധിക്കുമെങ്കിൽ ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട്, സാധിക്കുന്ന മക്കൾ ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത്, എൻ്റെ മാതൃപിതൃശാഖ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ നമ്മൾ കേട്ട വാർത്ത, ലോകസമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ, ദേശത്തെ, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തെ കർത്താവേ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിലാപത്തോടും കണ്ണുനീരോടും കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ പരിശുദ്ധിയുടെ കൃപ ഇവിടെ ഒഴുകട്ടെ.